ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് വായിക്കാം. ഹി തീർച്ചയായും, അഹം ഞാൻ, അമൃതസ്യ അനശ്വരവും, അവ്യയസ്യ ച അനശ്വരവും, ശാശ്വതസ്യ ശാശ്വതവുമായ, ഐകാന്തികസ്യ സുഖസ്യ ച പരമമായ സുഖത്തിന്റെ, ധർമ്മസ്യ ച ധർമ്മത്തിന്റെയും, സഹജ സ്ഥാനത്തിന്റെ, ബ്രഹ്മണഃ വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിയുടെ പ്രതിഷ്ഠ അധിഷ്ഠാനം അസ്മി ഞാനാകുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഇപ്പോ ഭഗവത്ഗീത അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിലാണ് നമ്മളിപ്പോൾ. അപ്പൊ കഴിഞ്ഞ ശ്ലോകം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ശ്ലോകം 26 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, വളരെ ഈ അധ്യായത്തിലെ തന്നെ ഏറ്റവും പ്രധാന ശ്ലോകമായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു 14.26. കാരണം 14-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജീവസത്ത അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഒരു ജീവി, ഒരു ജീവജാലം, അതിനെ ഇവിടെ കൊടുക്കുന്നത് എന്താണ്, അപ്പൊ ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മളെ തളച്ചിടുന്നത് എന്താണ്, ആ ഒരു പ്രധാന കാരണത്തിനെ വളരെ വിശദമായി ഭഗവാൻ വിശദീകരിച്ചു തന്നു ഈ അധ്യായത്തിൽ. അതിനുശേഷം നമ്മൾ കണ്ടു അർജുനന്റെ ചോദ്യവും ഉത്തരവും. അപ്പൊ ആ ഉത്തരത്തിൽ എങ്ങനെ ഈ ത്രിഗുണങ്ങൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ത്രിഗുണങ്ങളുടെ മുകളിൽ വന്നാലേ നമുക്ക് രക്ഷപ്പെടാനാകൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് 26-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. മാം അവ്യഭിചാരേണ ഭക്തിയോജന സേവത എന്നുള്ള ശ്ലോകം. അപ്പോ ഇന്ന് ഈ അധ്യായം തീരുന്നത് കൊണ്ട് നമുക്കൊരു ചെറിയ റീക്യാപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് നോക്കിയാൽ നമുക്ക് ഭഗവത്ഗീത അധ്യായങ്ങളെല്ലാം നമുക്കറിയാം അല്ലെ. 17-18 അധ്യായങ്ങളുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. നമ്മളതില് 1 മുതൽ 6 വരെയുള്ള ഭാഗത്തിന് നമുക്കറിയാം അല്ലെ, എന്താണ് കർമ്മയോഗമാണ്. പിന്നെ 7 മുതൽ 12 വരെയുള്ളത് ഭക്തിയോഗവും, 13 മുതൽ 18 വരെയുള്ളതിന് നമുക്ക് ജ്ഞാനയോഗം, അങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. പക്ഷെ ഇത് ഇങ്ങനെ തരംതിരിച്ചാലും, കർമ്മയോഗമായിട്ടായാലും ഭക്തിയോഗമായിട്ടായാലും ജ്ഞാനയോഗമായിട്ട് തരംതിരിച്ചായാലും, ഭഗവത്ഗീതയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? 2 അക്ഷരമുള്ള ഒരു കാര്യം. എന്തായിരിക്കും? ഭഗവത്ഗീതയിൽ മുഴുവൻ ആ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഭഗവാൻ. ഭക്തി അല്ലെ, ഭക്തിയാണ്. ഈ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗമായ കർമ്മയോഗം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ജ്ഞാനയോഗം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഭക്തിയോഗം ഉണ്ടെങ്കിൽ അത് മതി. എന്തിനാണ് കർമ്മയോഗം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? കർമ്മത്തിലൂടെ അല്ലെ, കർമ്മം, നമ്മൾ കർമ്മം ചെയ്യുക. എങ്ങനെ? ഭക്തിയോഗയിലേക്ക് എത്താനുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. ജ്ഞാനം നമ്മൾ ആർജിക്കുന്ന എന്തിനാണ്? നമുക്ക് വലിയ ജോലി കിട്ടി പൈസ സമ്പാദിക്കാനുള്ള ജ്ഞാനമല്ല നമ്മുടെ ആർജിക്കുന്നത്. അതെല്ലാം ഭൗതികമായിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ ഭൗതികമായ ആ മെറ്റീരിയൽ ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ ആ സ്റ്റഡിയിലൂടെ നമുക്കത് കിട്ടും. പക്ഷേ നമുക്ക് കിട്ടാത്ത ഒന്നുണ്ട്. എന്താണ്? ഭഗവാൻ അല്ലേ. ആ ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവാനെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അതിന്റെ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയാണ് അല്ലെ. ആ ഭക്തിയിലൂടെയാണ് നമുക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ. അപ്പൊ ഭഗവാനെ നമുക്ക് നേടണം എന്ന് വെച്ചാൽ, ഓക്കെ, ഞാനിത് കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു, ഞാൻ ഭക്തിയിൽ വളരെ നന്നായിട്ട് ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ഭക്തനാണ്, ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്തുള്ള ഒരാളോട് പോലും വർത്താനം പറയില്ല, എല്ലാവരോടും വളരെ മോശമായൊക്കെ പെരുമാറുന്നു. ഭക്തിയിൽ മാത്രം വളരെ ഇതായിട്ട് പോയാൽ നമ്മളുടെ ജീവിതം സന്തോഷമായിട്ട് പോവില്ല അല്ലെ. നമ്മൾ ഒരുപാട് പേര് ഈ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ഒരു ഭക്തിയിൽ ഭയങ്കര കാര്യമായിരിക്കും. അമ്പലത്തിൽ അവര് വളരെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, വീട്ടിൽ ചെയ്യും. പക്ഷേ മറ്റുള്ളവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കില്ല. ഒരുപാട് പേരെ നമുക്ക് ജീവിതത്തിൽ എക്സാമ്പിള്, നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്നതല്ല, ഒരു ഉദാഹരണം, നമ്മൾ എങ്ങനെ ആകരുത് എന്നറിയാനുള്ള ഒരു ഉദാഹരണം പറയുകയാണ്. ഒരാളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ നമ്മൾ പലവണ പറക്കും, നമ്മൾ ഇന്നും പറയും അത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോ നമ്മള് ഭക്തി എന്ന് പറയുന്ന ഒരു മീഡിയം, അല്ലെങ്കിൽ ആ ഭക്തി മീഡിയം എന്ന് പറയാൻ പറ്റില്ല, ആ ഭക്തിയിലൂടെയാണ് നമ്മൾ ഭഗവാനെ ഈ ജീവിതത്തിൽ തന്നെ നേടുന്നത്. കാരണം
നമ്മൾ ഭഗവാൻ ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ വീട്ടുകാരുണ്ട്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, കുട്ടികൾ, അമ്മാവൻ, അമ്മായി, അങ്ങനെ എന്തോരം ബന്ധങ്ങൾ നമുക്കുണ്ട് അല്ലെ. അമ്മായി അമ്മ, അമ്മായി അച്ഛൻ, അങ്ങനെ ബന്ധം. ഇവരെ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സേവിക്കുമ്പോൾ നമുക്ക് ആ സേവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സ്നേഹം എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ആ സേവനം നടക്കുന്നത് അല്ലെ. അല്ലാത്തവരെ നമ്മൾ പൊതുവെ ചെയ്യും. അപ്പൊ സ്നേഹമുള്ളവരോട് നമ്മൾ വളരെയധികം കാരുണ്യം കാണിക്കും. ഒരുപാട് നമ്മളുടെ ക്വാളിറ്റീസ് ഒക്കെ അന്നേരം പുറത്തു വരും. അപ്പോൾ നമ്മൾക്ക് അവിടെ ലഭിക്കുന്ന എന്താണ്? അവരെ ഓക്കെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് ഇത്ര 1000 രൂപ തരുന്ന ദിവസവും എല്ലാ മാസവും സ്നേഹിക്കാന്ന് പറയാൻ പറ്റൂല അല്ലെ. അത് കാശിനല്ല. നമുക്ക് എന്താണ് ആ സ്നേഹം? അവിടെ എന്താ സംഭവിക്കുന്നത്? ആ സ്നേഹം നമുക്ക് തരുന്നത് ഒരു സന്തോഷമാണ് അല്ലെ. ഒരു പ്രത്യേക സന്തോഷമാണ് കിട്ടുന്നത്. അത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവസത്തകൾ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളുമായിട്ട് സ്നേഹമുണ്ട്, അവർ തിരിച്ചും അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ സ്നേഹത്തിൽ ഒരു പ്രത്യേക സന്തോഷം ലഭിക്കുന്നുണ്ട്. ആ സന്തോഷമാണ് നമ്മുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കള്, ഡിവോട്ടീസ് തമ്മിൽ ഇതെല്ലാം ബന്ധപ്പെടുത്തുന്ന ആ ഒരു സന്തോഷമാണ്. അപ്പൊ അവിടെ ആ സ്നേഹമാണ്. അതുപോലെ നമ്മളൊരു ഭക്തൻ ഭഗവാനെ സ്നേഹിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് അത് എന്താകുന്നത്? പ്രേമമാകുന്നത്, പ്രേമഭക്തി. അല്ലാതെ രണ്ട് മനുഷ്യർ തമ്മിൽ ഒരിക്കലും പ്രേമം എന്നുള്ള അവിടെ സംഭവിക്കുന്നില്ല. കാരണം അതിനകത്ത് ഭൗതികത വരും. അപ്പൊ പ്രേമം എന്ന് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അവിടെ കൃഷ്ണൻ വേണം. അപ്പൊ ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമ്മൾ അത്രയും ആ ഒരു എന്താ പറയുക ക്ലോസ് ആയിട്ട് വരുമ്പോൾ, അറ്റാച്ച്ഡ് ആയിട്ട് വരുമ്പോൾ, ആ ഭക്തന് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം ആണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ സുഖം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ കിട്ടും. നമുക്ക് മാനസികമായിട്ട് ആന്തരികമായിട്ടുള്ള ഒരു വികാരം നമുക്കുണ്ടാവും. അതാണ് ഭക്തി. പക്ഷെ അത് ഭക്തി മുഴുവനാകുന്നില്ല. കാരണം ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഭക്തി എന്നല്ല. എന്താ പ്രഭുപാദർ പറയുന്നത്? ഭക്തിയുത സേവനം എന്നേ പ്രഭുപാദർ പറയുള്ളൂ. കാരണം ഡിവോഷണൽ സർവീസ്, അവിടെ സർവീസ് ഉണ്ട്. അപ്പോ ആന്തരികമായ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു വികാരം മാത്രമല്ല, ഒപ്പം നമ്മൾ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് ഒരു സേവനം അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലും അത് ചെയ്യുന്നില്ലേ? സുഹൃത്തുക്കളോട് അത് ചെയ്യുന്നില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ അമ്മയെ ഭയങ്കര ഇഷ്ടം, ഭാര്യ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ ഇരിക്കും, ഇങ്ങനെ മിണ്ടാതിരിക്കും. എന്തെങ്കിലും ചോദിച്ചാലും മിണ്ടൂല. ഭയങ്കര ഇഷ്ടമുള്ളില്ല, വല്ല കാര്യമുണ്ടോ? നമ്മളത് പ്രകടിപ്പിക്കണം അല്ലെ. നമ്മളത് അത് സേവനമാണ്. നമ്മൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. അവിടെ എന്താ നമുക്ക് സംഭവിക്കുന്നത്? അവര് നമുക്കൊന്നും തരില്ല. പക്ഷെ നമുക്ക് ആന്തരികമായ ആ ഒരു നമ്മളുടെ ആ സ്നേഹ വികാരത്തിനൊപ്പം ആ ബാഹ്യമായ ആ ഒരു സേവനം, അതാണ് ഭക്തിയിലും വരുന്നത്. നമ്മൾ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നിന്ന് യാതൊരു കലർപ്പും ഇല്ലാണ്ട് നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്നതിനൊപ്പം നമ്മൾ ഭഗവാനെ നമുക്ക് ഇപ്പൊ നമ്മുടെ മുന്നിൽ അറിയില്ല, നമുക്ക് അറിയില്ല അല്ലെ, നമ്മൾ അത്രയും ക്വാളിഫൈഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ആ വിഗ്രഹം, പടം, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, ഭക്തന്മാർ എല്ലാവരെയും, നമ്മുടെ ഗുരുവിനെ അല്ലെ, ഡിവോട്ടീസിനെ എല്ലാവരെയും, കാരണം എല്ലാവരിലും ഭഗവാനുണ്ട് നമുക്കറിയാം, പരമാത്മ രൂപേണ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ ഭഗവാൻ നമ്മുടെ ഇടയിൽ നിൽക്കണ്ടോന്ന് നമുക്കൊന്നും അറിയില്ല, നമുക്ക് അതിന് നമ്മൾ ക്വാളിറ്റി നമുക്ക് അത്ര ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ പ്രേമഭക്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഉള്ളിലത്തെ വികാരത്തിനൊപ്പം തന്നെ നമ്മൾ പ്രകടമാക്കുന്നു. അതെങ്ങനെ? സേവയിലൂടെ. അത് ആത്മാർത്ഥമായ സേവയിൽ. അതാണ് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടി ചേർന്നതാണ് ഭക്തിയുത സേവനം. അപ്പൊ ഇത് രണ്ടും വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കർമ്മയോഗം തന്നിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് വരാനായിട്ടാണ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഇതൊന്നുമില്ല. ചിലർക്ക് ഇൻബോൺ ആയിട്ട് ഉണ്ടാവും എന്ന് പറയും. ഇൻബോൺ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? പൂർവ്വജന്മ സുഹൃതം കൊണ്ട് അല്ലെ. ഇപ്പോ നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഭഗവത്ഗീത വായിക്കാനും കേൾക്കാനും ഉള്ള ഭാഗ്യം, അതുപോലെ തന്നെ നമുക്ക് കീർത്തനം ആലപിക്കാൻ, ഇവിടെ ഡിവോട്ടീസ് ഒത്തുചേരാനുള്ള ഒരു ഭാഗ്യം നമുക്ക് വന്നത് എന്തുകൊണ്ടാണ്? പൂർവ്വജന്മ കർമ്മ ഫലമാണ്. അപ്പൊ ഏതോ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. എത്രയോ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെടാണ്ട് നിൽക്കുന്നു അല്ലെ. ഇന്നത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, അവിടെ ഇന്ന് കുട്ടികളെ ഹരികൃഷ്ണ പ്രഭു കൊണ്ടുവന്നു അല്ലെ. എത്ര എന്തൊരു പ്രഭു പറഞ്ഞ പോലെ അതൊരു മഹത്തായ കാര്യമാണ് നടന്നത്. കാരണം നമ്മളൊക്കെ പണ്ടിങ്ങനെ നിൽക്കുമ്പോ അല്ലെ, നമ്മൾ മൈക്കിന്റെ മുന്നിലേക്ക് നീങ്ങി അങ്ങനെ ഡും എന്ന് ഒച്ചയേക്കാം. എന്താണ്? മുട്ട് ഇടിക്കുന്ന ശബ്ദം അതേ കേൾക്കുള്ളൂ, നമ്മുടെ വായിക്കിടി വരുന്ന ശബ്ദങ്ങൾ അത്രയും. പക്ഷെ ഇവിടെ കുട്ടികള്, അത്രയും കുട്ടികളാണെങ്കിൽ അവര് എന്തെങ്കിലും ഒരു കാര്യം നോക്കി അവർ വായിച്ചു. അത് എന്തിനെ കുറിച്ചാണ് അവർ വായിച്ചത്? കൃഷ്ണനെ കുറിച്ചാണ് വായിച്ചത്. തീർച്ചയായും അതിൽ 2 വരി വായിച്ചത് പോലും
അവർക്ക് തീർച്ചയായും ഗുണം ചെയ്യും, അല്ലെ? അവിടെ നിന്ന് ഒരു പ്രോഗ്രസ് ആണ് അവർക്ക് വരുന്നത്. അപ്പോൾ അത് ആ കുട്ടികളെ കൊണ്ടുവന്ന മാതാപിതാക്കൾക്കും അതിൻ്റെതായ ഐശ്വര്യവും ആ പ്രോഗ്രസും തീർച്ചയായും ഭഗവാൻ കൊടുക്കും. കാരണം പ്രത്യേകിച്ച് കുട്ടികളാണ്, ഭഗവാൻ അവരുടെ കൂടെയുണ്ട്. അവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഒരു കലർപ്പ് കുറഞ്ഞ, അല്ലെ, മാലിന്യങ്ങൾ കുറവാണ്, അവിടെ വളരെ പ്രകടമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ അവർ ഭഗവാനെ കുറിച്ചും കൂടി ഒന്ന് ഇതുപോലെ പറഞ്ഞ ഡിവോട്ടീസിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അത്രയും സോളുകൾ, പ്യുവർ സോൾസിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക്, ആ കുട്ടികൾക്ക് എന്തുമാത്രം നല്ലൊരു ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ് പ്രഭു പറഞ്ഞ പോലെ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ജ്ഞാനയോഗം, കർമ്മയോഗത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കണക്ഷൻ നമ്മൾ മുമ്പും പറഞ്ഞത് തന്നെ. അപ്പൊ നമുക്കറിയാം 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വാസാംസി ജീർണാനി യഥാവിഹായ ശ്ലോകമുണ്ട്. അതായത് പഴകിയ ഉടുപ്പ് മാറി പുതിയവ എടുത്ത് അണിയുന്നത് പോലെയാണ് ആത്മാവ് ശരീരം മാറുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ശരീരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാവരും, അല്ലെ? കാരണം ഇതാണ് നമ്മൾ പ്രകടമായി നമ്മുടെ ഗ്രോസ് ബോഡിയാണ് എല്ലാവരും കാണുന്ന സ്ഥൂല ശരീരത്തിനാണ് നമ്മൾ വളരെ ചീകി പൗഡർ ഇട്ട് നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കൊണ്ടു കിടക്കുന്നു, അല്ലെ? എല്ലാം കൊണ്ട്, കാരണം വൃത്തിയായിട്ട് തന്നെ നമ്മൾ നടക്കണ്ടെന്നല്ല, പക്ഷെ മുഴുവൻ ഫോക്കസും അതിൽ പോകാൻ പാടില്ല. കാരണം അവിടെ സൂക്ഷ്മ ശരീരവും ഉണ്ട്, നമ്മുടെ സട്ടിൽ ബോഡിയും നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ ആ ശ്ലോകം പറയുന്നത് ആത്മാവിന് ശരീരം എന്നുള്ളത് അതിന്റെ ആ കർമ്മഫലം അനുസരിച്ച് കിട്ടുന്ന ഒരു രൂപമാണ്. അതെടുത്തിട്ട് അത് മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് അത് ഓടും. അപ്പൊ എപ്പോഴാണോ ആ ആത്മാവ് ആ ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നത്, അതോടെ അത് ഭൗതികതയിൽ അത് ജന്മം എടുക്കുകയാണ്. അതോടുകൂടി എന്ത് സംഭവിക്കും? അത് തന്റെ എവിടെ നിന്നായിരുന്നു തന്റെ വരവ്, തന്റെ പരംപിതാവിനെ മറന്നുപോകും. പിന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ത് ചെയ്യും? അവരെ ഇട്ടിട്ട് വട്ടം കറക്കുകയും ചെയ്യും, അല്ലെ? ആരായിരുന്നു പരംപിതാവ് എന്നുള്ള കാര്യമെല്ലാം മറപ്പിച്ച് കളയും. യഥാർത്ഥത്തിൽ നിന്ന് മാറ്റിയിട്ടൊരു സ്ക്രീനൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിനോടൊരു ഈ കാണുന്ന നല്ല സംഭവങ്ങൾ എന്ന് പറഞ്ഞ് സത്വരജോ തമോ ഗുണങ്ങൾ അവരെ ഇട്ട് ചരടിലിട്ട് ഡാൻസ് കളിപ്പിക്കും. അവരെ എന്ന് വെച്ചാൽ നമ്മളെ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ഡാൻസ് കളിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ആ ശ്ലോകത്തിൽ വാസാംസി ജീർണ 2.22 പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് 13.22 വരുന്നത്, അല്ലെ? പുരുഷ പ്രകൃതി സ്തോഹി പുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണ സങ്കോസ്ത്യ സത് അസദ്യോനി ജന്മസു. അതായത് ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവിന് എന്താ സംഭവം? അപ്പൊ എന്താണ് അങ്ങനെ ഈ ആത്മാവ് എന്തിനാണ് ഇങ്ങനെ ശരീരം മാറ്റി മാറ്റി ഉടുപ്പ് മാറ്റണ പോലെ മാറ്റുന്നത്? കാരണം ആ ആത്മാവിന് അടുത്ത കർമ്മം വന്ന് കിടക്കുകയാണ്, അല്ലെ? അടുത്ത ശരീരം സ്വീകരിച്ചേ പറ്റൂ. ശരിക്കും അങ്ങനെ മാറേണ്ട കാര്യമില്ല, അല്ലെ? പക്ഷെ മാറണത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ആ ജീവാത്മാവ് ഒരു പ്രാവശ്യം ഈ ഭൗതിക ലോകത്ത് വന്നു കഴിയുമ്പോൾ അത് ഭഗവാനെ മറന്നു പോകുന്നു. അപ്പൊ അത് ഭൗതികതയിൽ കാണുന്ന ഇതാണ് എല്ലാമെന്നും തനിക്ക് കിട്ടിയ ആ ശരീരമാണ് ഞാൻ എന്നും തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവുമായിട്ടുള്ള ആ കണക്ഷനൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് നേരെ ആ ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പെടുമ്പോൾ ത്രിഗുണങ്ങളുടെ ആ പ്രഭാവത്തിൽ അത് നടക്കുന്നു. അപ്പൊ അതാണ് 13.22 പറയുന്നത്. ഭൗതിക പ്രകൃതിയിൽ ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിക്കുകയാണ്, അല്ലെ? നമുക്കൊരു സുഖ സൗകര്യം കിട്ടുമ്പോൾ ആ സുഖത്തിൽ അനുഭവിക്കും. അത് ചിലപ്പോൾ സത്വഗുണത്തിലായിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലേക്കോ വീണ് പോയേക്കാം. അതാണ് 13.22 വരുന്നത്. അപ്പോ ആ ഒരു ശ്ലോകത്തിന്റെ വിശദീകരണം. അപ്പൊ ഇനി എങ്ങനെ അത് സംഭവിക്കുന്നു? അപ്പൊ നമുക്ക് അറിയണമല്ലോ. കാരണം ഇങ്ങനെ ഉടുപ്പ് മാറ്റുന്ന പോലെ ശരീരം മാറുകയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ മാറണ്ട, എനിക്ക് അങ്ങനെ എന്റെ ആത്മാവ് ഇനി ഈ ശരീരം മാറണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഉടുപ്പ് മാറണ്ട, എനിക്ക് ആ ഒരു ഉടുപ്പ് മതി, ഈ ഉടുപ്പ് കഴിഞ്ഞ് എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതെങ്ങനെ സാധിക്കാം എന്നതിനുള്ള മാർഗമാണ് ഭഗവാൻ ഈ 13 തുടങ്ങി 18 വരെയുള്ള അധ്യായത്തിൽ ജ്ഞാനയോഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഭക്തി നമുക്ക് ഇൻബോണായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ജ്ഞാനം ആർജിച്ച് ആ മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ 13.22 ശ്ലോകം, ഈ പുരുഷ പ്രകൃതി സ്തോഹി എന്നുള്ള ശ്ലോകത്തിന്റെ വിശദീകരണമാണ് 14-ാം അധ്യായം മുഴുവൻ 27 ശ്ലോകങ്ങൾ. ആ ഒരൊറ്റ ശ്ലോകം 13.22 എക്സ്പ്ലനേഷൻ ആണ് ഭഗവാൻ 14-27 ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ 14-ാമത്തെ ശ്ലോക 13-ാം അധ്യായത്തിൽ എന്താ നമ്മൾ കണ്ടത്? 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? പ്രകൃതി പുരുഷൻ, അല്ലെ? പ്രകൃതി പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം. 6 കാര്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്, അല്ലെ? എന്താണ് പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നാണ് ചോദിക്കുക. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഭഗവാൻ, അല്ലെ? ക്ഷേത്രജ്ഞൻ, എത്ര ക്ഷേത്രജ്ഞനുണ്ട് 13-ാമത്തെ അധ്യായത്തിൽ? എല്ലാവരും 13-ാമത്തെ അധ്യായം പഠിച്ചിട്ടാണ് 14-ലേക്ക് വന്നത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു 13-ൽ ക്ഷേത്രജ്ഞൻ പ്രകൃതി എന്താണ്? അവിടെ പ്രകൃതി എന്താന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് പ്രകൃതി? അർജുനൻ ചോദിക്കുന്നത് എന്താണ് പ്രകൃതി? മെറ്റീരിയൽ വേൾഡ്, നമ്മുടെ ഭൗതിക പ്രകൃതിയാണ്, അല്ലെ? പുരുഷൻ നമുക്കറിയാം, അല്ലെ?
പിന്നെ ക്ഷേത്രം. എന്താണ് ക്ഷേത്രം? ശരീരമാണ്. ക്ഷേത്രജ്ഞൻ ആരാണ്? ജീവാത്മാവ്. എത്ര ക്ഷേത്രജ്ഞനുണ്ട്? ഒരെണ്ണം ഉള്ളോ? രണ്ടെണ്ണം ഉണ്ട്. ക്ഷേത്രജ്ഞൻ രണ്ടെണ്ണം ഉണ്ട് അല്ലെ ഭഗവാൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഭഗവത്ഗീത 13 ക്ഷേത്രജ്ഞൻ എപ്പോഴും രണ്ട്. നമ്മൾ ഒരിക്കലും അത് മറക്കരുത്. ഒന്ന് നമ്മുടെ ജീവാത്മാവും, പിന്നെ ജീവാത്മാവിന്റെ കൂടെ ആരെപ്പോഴും ഉണ്ടാവും? പരമാത്മാവ്. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് അല്ലെ. ഭഗവാൻ നമ്മളിപ്പോ വലിയ രാജാവായി, നമ്മള് ഭയങ്കര ചക്രവർത്തിയായിരുന്നാലും ഭഗവാൻ ആ ജീവാത്മാവിന്റെ കൂടെയുണ്ട് അല്ലെ. ഒരു ദരിദ്രനായിട്ടായാലും ഉണ്ട്, ഒരു ഒരു അഴുക്കിലെ ഒരു പുഴുവായിട്ട് അല്ലെ, വളരെ ചീഞ്ഞ് അളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഒരു പുഴുവായിട്ടുള്ള ഒരു ജീവാത്മാവിലായിട്ട് ഭഗവാൻ എന്ത് പരമാത്മാവായിട്ട് അവിടെ ഉണ്ട് നമ്മുടെ കൂടെ. ഭഗവാൻ നമ്മുടെ കൂടെ ഒന്നും മാറുന്നില്ല, ഭഗവാൻ എപ്പോഴും ഉണ്ട്. കാരണം നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോണ ഭഗവാൻ. കാരണം ഭഗവാൻ അത്രയും മേഴ്സിഫുൾ ആണ്. അവിടെ ആർക്കാണ് മേഴ്സി ഇല്ലാത്തത്? ജീവാത്മാവനാണ്. കാരണം നമ്മൾ ഈ സുഖ സൗകര്യത്തിൽ പെട്ടു അല്ലെ, നമ്മൾ അതിനകത്ത് ആനന്ദിച്ചു പോവാണ്. അപ്പൊ ഭഗവാൻ മേഴ്സിഫുൾ ആയിട്ട് ഏത് രൂപം എടുത്ത് വന്നാലും ഭഗവാൻ കൂടെയുണ്ട്. പക്ഷെ ആ ഭഗവാനെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കി അതിലേക്ക് കൈപിടിച്ച് കയറണം, അത്രേ ഉള്ളൂ. അത് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോ എന്തായിരുന്നു പറഞ്ഞത്? അപ്പൊ പ്രകൃതി, അതെ, ക്ഷേത്രജ്ഞ, ജ്ഞാനം, ജ്ഞാനം നമ്മൾ കണ്ടു അല്ലെ. 20 ജ്ഞാനത്തിന്റെ 20 കാര്യങ്ങൾ 13 പറയുന്നുണ്ട് അല്ലെ. വിനയം, ഗർവില്ലായ്മ, അങ്ങനെ 20 ഗുണങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? വിനയമാണ് വേണ്ടത്. അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയേണ്ടത് എന്താണ്? എന്താണ് അറിയേണ്ടത്? ഭഗവാനാണ്. പക്ഷെ 13ാമത്തെ അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയേണ്ടത് ജ്ഞേയം, അറിയേണ്ടത് എന്താണ്? ഈ 6 കാര്യങ്ങളുടെ ഉത്തരം നമ്മൾ ഒരിക്കലും മറക്കരുത്. അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവിടെ ആരാണ്? എല്ലാവരും ഭഗവാന്റെ അംശമാണ്, ശാശ്വതനാണ് അല്ലെ. പിന്നെ ശരീരവും ജീവാത്മാവ് തമ്മിലുള്ള വ്യത്യാസം. അവിടെ അനശ്വരമായത് എന്താണ്? ജീവാത്മാവാണ് അല്ലെ. ശരീരം ശരീരം നശ്വരമാണെന്നുള്ള കാര്യം. അപ്പൊ ഇതെല്ലാമാണ് 13 പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 13 ഭഗവാൻ വിശദമാക്കുകയാണ്. എന്താ പറയുന്നത് വെച്ചാല് ഈ ആസ്വാദനം നമുക്കൊരു അവിടെ ഇതെല്ലാം പറയുമ്പോൾ ഭഗവാൻ പറയും ജീവാത്മാവിന് സംഭവിക്കുന്ന, ജീവാത്മാവ് ഈ ആസ്വാദനങ്ങളിൽ പെടുന്നത് കൊണ്ടാണ് ഈ ഭൗതികതയിൽ പോയി കുരുങ്ങുന്നത് എന്നുള്ള കാര്യമാണ് 13 പറഞ്ഞു നിർത്തുന്നത്. 14 പറയുന്നത് എന്തുവെന്ന് വെച്ചാൽ ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. അപ്പൊ ഇങ്ങനെ പെട്ടുപോയ ഒരു ജീവാത്മ, ആൾ ആൾറെഡി പെട്ടു അല്ലെ. ഇപ്പൊ ഒരാൾ ഒരു കുരുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ വട്ടം കറക്കാൻ കുറെ ആൾക്കാർ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോ ആൾ ആൾറെഡി ഒരു കുടുക്കി പെട്ട് കിടക്കുകയാണ്, ത്രിഗുണങ്ങളുടെ കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്. ത്രിഗുണങ്ങളുടെ അല്ല, ആള് ഇതുപോലെ ഭൗതികതയുടെ കുരുക്കിൽ പെടുമ്പോൾ ആ ഭൗതികത അയാളെ എങ്ങനെ കുരുക്കുന്നു എന്നുള്ള വിശദീകരണമാണ് ഈ 14 പറയുന്നത്. അതാണ് പറയുന്നത്. അതായത് സത്വ, രജോ, തമോ ഗുണങ്ങൾ അയാൾ കുരുങ്ങുന്ന കാര്യമാണ്. അപ്പൊ ഈ അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ 2ാമത്തെ ശ്ലോകത്തിലായിട്ട് ഭഗവാൻ പറയുന്നത് എന്താണ്? ഗ്ലോറിഫിക്കേഷൻ ആണ് ഈ അധ്യായത്തിന്റെ തന്നെ അല്ലെ. 14 കുറിച്ച് പറയാണ്, ഋഷിവര്യന്മാര് എന്തറിഞ്ഞിട്ടാണോ അവര് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയത്, ആ ജ്ഞാനമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിനക്ക് 2 ഗുണങ്ങളുണ്ട് മെയിനായിട്ട്. നിനക്ക് ജനിക്കുകയും വേണ്ട, പിന്നെന്താണ്? മരിക്കുകയും വേണ്ട. പ്രളയകാലത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? നമുക്ക് ആ ഉടുപ്പ് മാറേണ്ട ആവശ്യമില്ല. തുടക്കത്തിലെ പറഞ്ഞു തരികയാണ്. റിസൾട്ട് ആദ്യമേ ഭഗവാൻ അതിന്റെ ഒരു ഹിന്റ് തരുന്നുണ്ട്. കാരണം ഇത് 2.22 എന്നുള്ള തുടക്കമാണ്. അത് കഴിഞ്ഞ് 13.22 വന്നു. അതിന് 14 അതിനെ മുഴുവൻ വിശദീകരിക്കുകയാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ വളരെ വ്യക്തമാക്കുന്നത് ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടുന്ന് പിന്തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ 3-4 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്ന ആ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മൾ പ്രധാന മഹത്തത്വമൊക്കെ അവിടെ പറഞ്ഞു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? 24 എലമെന്റ്സ് കൊണ്ട് ഒരു ശരീരം ഉണ്ടാക്കപ്പെടുന്നു. അതിന്റെ കൂടെ ആ 24 എലമെന്റ്സിന്റെ കൂടെ എന്ത് കയറുന്നു? പരമാത്മാവും കൂടി കയറുന്നു അല്ലെ. ജീവാത്മാവും പരമാത്മാവും കൂടി ചേരുന്നു. അപ്പൊ അതൊരു ശരീരമായി വരുന്നു. ആ ശരീരം എങ്ങനെ കിട്ടുന്നു? അത് മുജ്ജന്മ കർമ്മവാസനകൾ അനുസരിച്ചാണ് ആ ശരീരം വരുന്നത്. അപ്പൊ ആ ശരീരം കിട്ടുന്നു. പക്ഷെ ഏത് ശരീരമായാലും ഏത് ജീവജാലമായാലും അവിടെ പിതാവ് ആരാണ്? ബീജം പ്രദാനം ചെയ്യുന്ന പിതാവ് ആരാണ്? ഭഗവാനാണ്. വളരെ ക്ലിയർ ആണ്. അല്ലാതെ അത് പ്രകൃതിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ പ്രകൃതിയുടെ സന്താനമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് എന്നുള്ള കാര്യം. അതിനുവേണ്ടി ഭഗവാൻ 3-ലോ 4-ലോ ശ്ലോകത്തിൽ ഒരു ഉപമയെ അവിടെ പറയുന്നുണ്ട് അല്ലെ. എന്തായിരുന്നു പറഞ്ഞ? തേള് മുട്ടയിട്ടിട്ട് സ്കോർപിയോൺ, അരിക്കുമ്പാരത്തിൽ നിന്ന് തേള്. അപ്പൊ ഈ അരി, നമുക്കിവിടെ അങ്ങനെ അരി പ്രൊഡക്ഷൻ ഒന്നും കേരളത്തിൽ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഒരുപാട് അരി ഇങ്ങനെ കൂട്ടിയിടുന്ന സ്ഥലത്ത് ഈ സ്കോർപിയോൺ അരിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോ
സ്കോർപിയോൺ ഉണ്ടാകുന്നത് അരിയിൽ നിന്നാണോ? അല്ല, അല്ലെ? അത് ഉണ്ടാകുന്നത് സ്കോർപിയോന്റെ മുട്ടയിൽ നിന്ന്. അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച ഭൗതിക പ്രകൃതിയുടെ സന്താനമല്ല നമ്മൾ. ഭൗതിക പ്രകൃതിയാവുന്ന ഗർഭപാത്രത്തിലേക്ക് ബീജം, ജീവാത്മാവ് എന്ന ബീജത്തിനെ പ്രദാനം ചെയ്യുന്ന പരംപിതാവ് എന്ന് പറയുന്നത് ഏത് ജീവജാലത്തിന്റെ ആണെങ്കിലും ആരാണ്? ഭഗവാനാണ്. അത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഈ 13.4 ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുമ്പോ 5 മുതൽ 9, അതാണ് അഹം ബീജ പ്രതാപിത എന്നുള്ള കാര്യം, സീഡ് ഗിവിംഗ് ഫാദർ എന്നുള്ളത് പറയുന്നത്. പിന്നെ 5 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ നമ്മൾ എങ്ങനെ ഈ ബദ്ധനാകുന്നു, അല്ലെ? സത്വരജോ തമോ ഗുണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഭാഗമായിരുന്നു, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ബദ്ധനാകുന്നത്. പിന്നെ 10 മുതൽ 13 വരെ ഉള്ള ശ്ലോകങ്ങളിൽ നമ്മൾ എങ്ങനെ ഈ കാരണങ്ങൾ, അതായത് ത്രിഗുണങ്ങൾ എങ്ങനെ മത്സരിച്ച് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഒരു ഓടിച്ചു പറയാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സത്വഗുണത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? സത്വഗുണത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? നമ്മുടെ സംതൃപ്തി, സന്തോഷം, അല്ലെ? നമ്മളുടെ ആ ഒരു പ്രമാണിത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ എല്ലാം കൊണ്ടും സന്തുഷ്ടനാണ്, എനിക്ക് വേണ്ടത്ര പൈസയുണ്ട്, എനിക്ക് വേണ്ടത്ര ബന്ധുബലമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, വാഹനമുണ്ട്, എല്ലാം കൊണ്ടും എനിക്ക് ഭഗവാന്റെ ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഭഗവാനെ മറന്ന് ചിലപ്പോൾ ഭഗവാനെ ഓർക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു സറണ്ടർ അവിടെ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ സത്വഗുണത്തിൽ തന്നെ ജീവിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീണ്ടും സത്വഗുണത്തിൽ തന്നെ ജനിക്കും. അതെ, സത്വഗുണത്തിൽ തന്നെ ജനിച്ച് നമ്മൾ വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും ഒരു അപ്ഗ്രേഡ് വരുന്നില്ല, സത്വഗുണത്തിന് മുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. രജോ ഗുണത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രജോ ഗുണത്തിൽ നമുക്ക് ഭയങ്കര ആസക്തിയാണ്, അല്ലെ? ഡിസയർ ആണ്. അപ്പോ നമുക്ക് എല്ലാം പിടിച്ചടക്കണം എന്നുള്ള ആഗ്രഹമാണ് രജോ ഗുണത്തിൽ. നമുക്ക് അത് വേണം, ഇത് വേണം, ഭയങ്കര ഹാർഡ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും, ഭയങ്കരമായ ഹാർഡ് വർക്കാണ്. കാരണം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, ആസ്തികൾ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് കൂടുമ്പോ എന്ന് വെച്ചാൽ വീണ്ടും ഭഗവാനെ അവിടെ മാറ്റിക്കുന്ന സമയമില്ല, അല്ലെ? നമുക്ക് സമയമില്ല, സത്സംഗത്തിന് പോകണം, അയ്യോ സമയമില്ല, ആ സമയം കൊണ്ട് എനിക്ക് ഓവർ ടൈം ചെയ്യാൻ, ഇന്നത് ചെയ്യാൻ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ബിസിനസ്സിൽ. അപ്പൊ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ട് നമ്മൾ ആ ഭൗതികതയിൽ അടിമപ്പെട്ടു പോവുകയാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് ആസക്തിയാണ് അവിടെ. അപ്പോൾ ആദ്യം സന്തോഷവും സംതൃപ്തിയൊക്കെ നമ്മളെ കണ്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബദ്ധനാക്കുന്നുവെങ്കിൽ രജോ ഗുണത്തില് നമ്മുടെ ഈ ഹാർഡ് വർക്ക് നമ്മളെ ബദ്ധനാക്കുകയാണ്. അപ്പൊ ആ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ രജോ ഗുണത്തില് നമ്മൾ അതുപോലെ ആയിരിക്കും നമ്മുടെ ജന്മങ്ങളും. കാരണം നമ്മൾ ആ ഒരു അപ്ഗ്രേഡ് നമുക്ക് വരുന്നില്ല. ഇനി തമോ ഗുണത്തിൽ പോയാലോ, തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ വരുന്നത് മാഡ്നെസ് ആണ്, അല്ലെ? മാഡ്നെസ്, ഇല്യൂഷൻ ഒക്കെയാണ്. അതായത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം ഭ്രാന്തമായ അവസ്ഥ, ഒരു ഉറക്കം, അലസത, അങ്ങനെ. അപ്പൊ ആ വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, അവർക്ക് എപ്പോഴും ഉറക്കത്തിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു അലസതയായിരിക്കും, ഒരു കാര്യവും ചിട്ടയായിട്ടുണ്ടാവില്ല, ഭഗവാനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടാവില്ല, അതിനെക്കുറിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവില്ല. കാരണം അവിടെ അന്ധകാരമാണ് അവിടെ ഉള്ളത്, അതാണ് അജ്ഞതയാണ് അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോ ഈ 3 ഗുണങ്ങളിൽ പെട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? സത്വഗുണത്തിലാണെങ്കിൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുന്നു. അപ്പൊ നമ്മൾ പറയുന്നതെല്ലാം യഥാർത്ഥമായ കാര്യങ്ങൾ, യഥാർത്ഥ ജ്ഞാനമായിരിക്കും നമ്മുടെ ഇന്ന് വരുന്നത്, കേൾക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾ കേൾക്കുന്നതും അത്രയും പ്യുവറായിട്ടുള്ള ഒരു നോളജ് ആയിരിക്കും, ശുദ്ധി ഉണ്ടാവും, വിശുദ്ധി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ യാഥാർത്ഥ്യത്തെ അറിയാൻ നമുക്ക് സാധിക്കും, എല്ലാ കാര്യങ്ങളും യഥാവിധി അല്ലെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സത്വഗുണം നമുക്ക് ക്വാളിറ്റി കൂടുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും യഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ശുദ്ധമായ ജ്ഞാനം നമുക്ക് അവിടെ കിട്ടുന്നത്, അത് കേൾവിയിലൂടെയും കിട്ടും, നമ്മൾ പറയുന്നതിലൂടെ അത് സംഭവിക്കും. അതേസമയം രജോ ഗുണത്തിലാണെങ്കിലോ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും, രജോ ഗുണത്തിൽ എന്തെല്ലാം പിടിച്ചടക്കിയാലും നമുക്ക് എന്തായിരിക്കും, നമ്മൾ ഒരുപാട് ചക്രവർത്തിമാരുടെ ഉദാഹരണവും ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഉദാഹരണവും നമ്മുടെ തന്നെ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ എന്തിനും ഓടിയാലും ഭൗതികതയിൽ എവിടെയെങ്കിലും ഒരു സന്തോഷം, ഒരു എവർ ലാസ്റ്റിംഗ് സന്തോഷം ഉണ്ടോ? ഒരിക്കലുമില്ല, അല്ലെ? എവിടെയും അത് അവസാനിക്കുന്നത് ഒരു ദുഃഖത്തിലായിരിക്കും. ഒരു ദുഃഖം ഉണ്ടാവും എന്ത് വന്നാലും. ഇനിയിപ്പോ ഒരു ദുഃഖമില്ലാണ്ട് അവസാനം വരെ പോയാലും ആ മരിക്കണ സമയത്ത് എന്തായിരിക്കും? ഭയങ്കരമായ ദുഃഖത്തിലായിരിക്കും, അല്ലെ? അയ്യോ എനിക്ക് ഇനിയും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഇനി ഇതൊക്കെ എന്തൊക്കെ സ്വത്തുക്കളൊക്കെ ആര് നോക്കും, എൻ്റെ ഗോൾഡ്, പൈസ, അങ്ങനെ ഒരുപാട് ചിന്തകൾ വന്നിട്ടായിരിക്കും ചിലപ്പോൾ. എവിടെയും ദുഃഖമാണ്. തമോ ഗുണത്തിലാണെങ്കിലോ ഇങ്ങനെ ചിന്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ അധമമായ നിലകളിലേക്ക് പതിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സത്വഗുണത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഋഷിവര്യന്മാരുടെ തലങ്ങളിലേക്ക് പോകും മരണശേഷം. അതും ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഈ 18 വരെയുള്ള ഭാഗങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്, മരണശേഷം ഇങ്ങോട്ട് പോകും അവര്, ഋഷിവര്യന്മാർ ഉന്നത ഗ്രഹങ്ങളിലേക്ക് പോകും. രജോ ഗുണക്കാരെവിടെ പോകും? ഭൂമിയിൽ തന്നെ വീണ്ടും ഈ ഇതുപോലെ
ഇതിൽ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ വിഷയ സുഖങ്ങളിൽ താല്പര്യമുള്ളവരുടെ കൂടെ ജനിക്കും. കാരണം നല്ല കർമ്മഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെ ഈ ഭൂമിയിൽ തന്നെ വീണ്ടും വന്ന് ജനിച്ചുകൊണ്ടിരിക്കും. അതേസമയം തമോ ഗുണക്കാർക്ക് എന്തായാലും താഴോട്ടുള്ള പോക്കാണ്. അപ്പൊ അവര് നരക ലോകത്തിൽ പതിക്കും എന്നുള്ള കാര്യം ഭഗവാൻ ഈ 18 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ 19 നിന്ന് 29 വരെ ഉള്ള ഭാഗത്താണ് ഇത് എങ്ങനെ നമ്മൾ, അപ്പൊ ഭഗവാൻ അവിടെ പറയുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് ഈ ത്രിഗുണങ്ങളുടെ മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു രക്ഷയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് 19 നിന്ന് 27 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ 21 ഭഗവാൻ ചോദിക്കാറ്, 20 ഭഗവാൻ പറഞ്ഞു നിർത്താണ്ട് അതുകൊണ്ട് അർജുന നീ ഈ 3 ഗുണങ്ങളും നമുക്ക് രക്ഷയില്ല. അപ്പൊ നമ്മൾ സത്വഗുണം ഓക്കെ ആണെന്ന് കരുതിയാൽ അതും രക്ഷയില്ല, അവിടെ കൊണ്ടും നമ്മുടെ കാര്യങ്ങൾ സാധിക്കണം. ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധം പൂർണ്ണമായിട്ട് സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് അങ്ങനെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും കൊണ്ടു നടക്കണം. ഭഗവാനെ പൂർണ്ണമായിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ഗുണങ്ങളുടെയും മുകളിൽ തന്നെ നമുക്ക് വരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ അതിക്രമിച്ച് കടക്കണം, ട്രാൻസെൻഡ് ചെയ്യണം എന്നാണ് ഭഗവാൻ 20 പറയുന്നത്. അപ്പൊ 21-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുകയാണ്, അങ്ങനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരാളുടെ എന്തായിരിക്കും, അയാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അയാള് പെരുമാറ്റം എങ്ങനെയായിരിക്കും, അയാൾ എങ്ങനെ ട്രാൻസെൻഡ് ചെയ്യും. അങ്ങനെ 3 ചോദ്യങ്ങളാണ് 21 ചോദിക്കുന്നത്. അത് 22 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ഈ 2 കാര്യങ്ങളെ കുറിച്ച് പറയും. അയാളുടെ എങ്ങനെയാണ് അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറുന്നത് എങ്ങനെയാണ്, സ്വഭാവം എന്താണെന്നുള്ള കാര്യങ്ങൾ, അയാളുടെ ലക്ഷണങ്ങളും പറഞ്ഞിട്ട് 26ഉം 27 26ലാണ് ഭഗവാൻ പറയുന്നത് നമുക്ക് ഈ എങ്ങനെ അതിക്രമിക്കാം എന്ന് പറയുന്നതാണ്. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ എങ്ങനെയാണ് ഭക്തിപൂർവ്വം അല്ലെ, ഏതു സാഹചര്യത്തിലും പിഴയ്ക്കാതെ അവ്യഭിചാരേണ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നാലും, അവിടെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കഴിഞ്ഞോണം പറയും, ഏത് സിറ്റുവേഷൻ വന്നാലും കാരണം നമുക്കൊരു സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി അല്ലെ, നമ്മുടെ സാധനം എല്ലാം പോയി അല്ലെ, ചാൻഡിങ് വരെ നിലച്ചു, നമുക്കൊരു ചെറിയൊരു മനസ്സിനൊരു ചെറിയ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു, പെട്ടെന്നെല്ലാം പോയി. അപ്പൊ അവിടെയാണ് നമ്മൾ രക്ഷപ്പെട്ടു വരേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അതിനെ നമ്മൾ തന്നെ ഈ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് സാഹചര്യത്തിലും വ്യതിചലിക്കാതെ നമ്മൾ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, വേഗത്തിൽ അല്ലെ, അവിടെ പറയുന്നത് വേഗത്തിൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് നമുക്ക് ബ്രഹ്മപദത്തിൽ എത്താം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ത്രിഗുണങ്ങളെ അതിക്രമിക്കാം, അത് വേഗത്തിൽ അതിക്രമിക്കണം എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ചെയ്താലാണ്, ഏത് സാഹചര്യത്തിൽ, അതായത് എപ്പോഴായാലും എപ്പോഴും ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടാൽ അത് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അതിന് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ ഭഗവാനുമായിട്ട് അത്ര അറ്റാച്ച് ആവണമെങ്കിൽ നമ്മൾ എന്തിൽ നിന്ന് നമുക്ക് വിടുതൽ വേണം, എന്തിൽ നിന്നാണ് നമുക്ക് ഡിറ്റാച്ച്മെന്റ് വേണ്ടത്, നമ്മളുടെ ഭൗതിക പ്രകൃതിയായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അല്ലെ. നമ്മളുടെ കണ്ണുകൊണ്ടൊരു കാര്യം കാണുമ്പോഴാണ് നമുക്കത് വേണമെന്ന് തോന്നും, കേൾക്കുമ്പോൾ നമുക്കത് വേണമെന്ന് തോന്നും അല്ലെ, രുചി അറിയുമ്പോൾ നമുക്കിത് കഴിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ആസക്തിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സംതൃപ്തിക്കാണ് ഒരു കട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സേവന മനോഭാവം വരണം അല്ലെ. കേൾക്കുന്നില്ലേ? അപ്പോൾ സേവന മനോഭാവം വരാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സേവന മനോഭാവം വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു ആത്മീയ ഗുരു വേണം അല്ലെ. ഭഗവാനെ നമുക്ക് സേവിക്കണമെങ്കിൽ നമുക്ക് ആത്മീയ ഗുരു നമുക്ക് തീർച്ചയായും നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ആത്മീയ ഗുരു നമ്മൾക്ക് ഭഗവാനെ എങ്ങനെ സേവിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആത്മീയ ഗുരുവിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സേവിക്കുമ്പോൾ സേവന മനോഭാവം നമ്മളിൽ കൂടി വരും. സേവന മനോഭാവം കൂടുമ്പോൾ എന്ത് കുറയും? നമ്മൾ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ഈ സെൻസ് ഗ്രാറ്റിഫിക്കേഷനെ നമ്മളെ ഭൗതികതയുമായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പശയായിട്ട് ഗ്ലൂ ആയിട്ട് കരുതി കഴിഞ്ഞാൽ ഈ സേവന മനോഭാവം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്ലൂവിന്റെ തിക്നെസ് കുറഞ്ഞു വരും. അപ്പോൾ എത്രത്തോളം സേവന മനോഭാവം നമ്മുടെ കൂടുന്നു, അപ്പൊ നമ്മൾ ഗുരുവിനെ നന്നായിട്ട് അങ്ങനെ സേവിക്കുമ്പോൾ ഗുരു നമ്മളെ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോവില്ല അല്ലെ. നമ്മുടെ ആത്മീയ ഗുരു, പ്രത്യേകിച്ച് നമ്മൾ ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങളും ഇൻസ്ട്രക്ഷൻസും അദ്ദേഹത്തിന്റെ ഡിവോട്ടീസിനെയും ശുദ്ധഭക്തന്മാരെയും എല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു തെറ്റായ പാത വരില്ല. അപ്പൊ നമുക്ക് എന്ത് തീർച്ചയായും കിട്ടും, നമുക്ക് ആ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഭൗതിക ലോകവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്ക് നമുക്ക് കട്ടായി കിട്ടും. അത് കുറഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് സേവന മനോഭാവം കൂടുകയും നമുക്ക് ഭഗവാനിലേക്ക് അടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് 26. 26ന്റെ ലാസ്റ്റ് പറഞ്ഞു ബ്രഹ്മ ഭൂയായ കൽപ്പത എന്ന് പറഞ്ഞു അല്ലെ. അതായത് നിങ്ങൾക്ക് ബ്രഹ്മപദം കിട്ടും. അപ്പോൾ നമ്മൾ അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡ് ചെയ്ത് നിർത്തിയിരുന്നു. അപ്പോൾ ഒരു സംശയം വരാം, ഞാൻ
എനിക്ക് ഭഗവാനെയാണ് വേണ്ടത്. ബ്രഹ്മപദം എന്ന് പറയുമ്പോൾ ഒരു സംശയം, ബ്രഹ്മത്തിൽ പോയി ഞാൻ ലയിക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല, അത് നമുക്കത് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾക്ക് ആ മുക്തി നമുക്ക് ആവശ്യം. ഒരു മുക്തിയും ശരിക്കും ഒരു ശുദ്ധ ഭക്തൻ ഒരു മുക്തിയും ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് പറയാം അല്ലെ, നമുക്ക് ഒരു മുക്തി കിട്ടാൻ ഇതിൽ വന്ന് ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്നത് ഒരു പ്രലോഭനമാണ്. എന്തുകൊണ്ടാണ് ഒരു ശുദ്ധ ഭക്തന് നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ടല്ലേ, എത്ര തരം മുക്തികളെ കുറിച്ച് പറയുന്നുണ്ട്? 5 തരം മുക്തികൾ അല്ലെ. നമ്മുടെ സാലോക്യം, സാരൂപ്യം, സാർഷ്ടി, സാമീപ്യം, സായുജ്യമാണ്. സായുജ്യം നമ്മൾ ആഗ്രഹിക്കുക ആരെങ്കിലും? ഇല്ല. എന്തുകൊണ്ടാണ്? സായുജ്യ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തിൽ ലയിക്കുക ഉള്ള കാര്യമാണ് അല്ലെ. ലയനം എന്നുള്ള കാര്യം അവിടെ ഇല്ല. പക്ഷെ അവ്യക്തിഗതവാദികൾ വിചാരിക്കുന്നത് ആ ബ്രഹ്മം എന്നുള്ള ആ ഒരു വെളിച്ചത്തിൽ പോയി നമ്മൾ ലയിക്കും എന്നുള്ള കാര്യമാണ്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുക? എന്തുകൊണ്ടാണ് നമ്മൾക്ക് അത് വേണ്ട എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞു അല്ലെ, ഭക്തി എന്നുള്ള ഒരു കാര്യം വരുന്നത് എന്തുകൊണ്ടാണ്? 2 വ്യക്തികൾ അവിടെ വേണം ഭക്തി നടക്കണമെങ്കിൽ അല്ലെ. 2 വ്യക്തികൾ ഉണ്ടെങ്കിലേ ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു വികാരമാണ് ഭക്തിയുത സേവനം വരുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ നിലനിൽപ്പുള്ളൂ. അപ്പൊ ആ ഭഗവാൻ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്, ഒരു പ്രത്യേകം ഒരു വ്യക്തിത്വമായിട്ട് നിന്ന്, ജീവാത്മാവ് ഒരു വ്യക്തിത്വമായിട്ട് നിന്നാലേ അത് സാധിക്കൂ. നമുക്ക് ഒരിക്കലും ഭഗവാനാവാൻ സാധ്യമല്ല. ജീവാത്മാവ് ഭഗവാന്റെ അംശമാണ് എല്ലാവിധ ഗുണത്തിലും. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു അളവിൽ നമുക്ക് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും, ഷഡൈശ്വര്യങ്ങളെല്ലാം നമുക്കും കിട്ടും അല്ലെ. നമുക്കെല്ലാം പകർന്നു തരും ഭഗവാൻ. പക്ഷെ നമ്മൾ ഭഗവാന്റെ ഭക്തൻ ആയിട്ട് തന്നെ നമ്മൾ തുടരുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഭഗവാനാവാൻ സാധ്യമല്ല. അപ്പോൾ സായുജ്യ മുക്തി ഒരിക്കലും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോ മറ്റുള്ള മുക്തികള് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, ഇപ്പോ തെറ്റില്ല. കാരണം വെച്ചാൽ, പക്ഷെ നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു മുക്തിയും ആഗ്രഹിക്കുക? ബാക്കി 4 മുക്തി പോലും വേണ്ട എന്ന് വയ്ക്കുമെന്ന് നമ്മുടെ എല്ലാ പുസ്തകങ്ങളിലും പറയുന്നില്ലേ? 4 മുക്തി പോലും വേണ്ട എന്ന് വയ്ക്കും ഭക്തൻ. എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെക്കുന്നത്? എന്തുകൊണ്ട്? മുക്തി എന്ന് പറയുമ്പോൾ എനിക്ക് സാലോക്യം, എനിക്ക് ഭഗവാന്റെ ധാമത്തിൽ അല്ലെ, എനിക്ക് ഭഗവാന്റെ കൂടെ ജീവിക്കാൻ പറ്റും, ഭഗവാന്റെ രൂപം കിട്ടും. സാർഷ്ടി, ഭഗവാന്റെ ഐശ്വര്യം കിട്ടും. ഐശ്വര്യം വേണ്ട, സമൃദ്ധികൾ വേണ്ട. പക്ഷെ ഈ ഭഗവാന്റെ കൂടെ, ഭഗവാന്റെ ധാമത്തിൽ ജനനം കിട്ടും. അതുപോലും എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു? കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു കാര്യം ആഗ്രഹിക്കും. ഇപ്പോ എനിക്ക് ഒരു മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കും, അല്ലെ അമിതാഭ് ബച്ചനെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം അതുപോലെ എനിക്കാവണം, ആ ഒരു ഇതാവണം നമ്മൾ വിചാരിക്കും. അത്ര അല്ല, ഇഷ്ടം കൂടുമ്പോഴാണ് ഫാൻസ് അസോസിയേഷനും ഒക്കെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു സിനിമാ നടനെ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹം? അദ്ദേഹത്തിന്റെ എല്ലാം വേണം. പിന്നെ കുറെ കഴിയുമ്പോൾ ആഗ്രഹം, എനിക്ക് അതുപോലെ ആകാൻ കഴിഞ്ഞെങ്കിലോ, എനിക്ക് അടുത്ത ജന്മം അതുപോലെ ജനിക്കാൻ കഴിഞ്ഞുള്ള ആഗ്രഹങ്ങളൊക്കെ വരും. അപ്പോൾ അതൊരു ഭൗതികമായ ആഗ്രഹമാണ്. ആ വ്യക്തിയുടെ എല്ലാം എനിക്ക് വേണം, എനിക്ക് അതുപോലെ ആവണം. ഈ മുക്തികളെല്ലാം 5ഉം അത് തന്നെയാണ്. ഏത് മുക്തിയായാലും അവിടെ അത് ഭൗതിക ആഗ്രഹത്തിന്റെ എക്സ്ട്രീം പോയിന്റ് ആണ് മുക്തി എന്ന് പറയുന്നത്. അപ്പൊ മുക്തി എന്ന് പറയുന്നതും ഭൗതികത തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ ഒരാളുടെ എല്ലാ സമ്പത്തും വേണം, അയാളുടെ ചെയർ വേണം, അല്ലെ അയാളുടെ എല്ലാ ഇതും വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ഭൗതികതയുടെ എക്സ്ട്രീം പോയിന്റാ. അപ്പോ ആ പോയിന്റ് അല്ല നമ്മൾ ലക്ഷ്യമിടേണ്ടത്. നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മൾ ഭഗവാന്റെ സേവകനായാൽ മതി. നമുക്ക് ഭഗവാന്റെ പ്രേമമാണ് വേണ്ടത്, ഭഗവാന്റെ ഭക്തിയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിന് എത്ര ജന്മം വേണ്ടിവരും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മളെ ഗുരു തന്നെ അതിലേക്ക് നമ്മളെ അടുപ്പിച്ചു തരും. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ജന്മമാണെങ്കിലും നമുക്ക് പിന്നെ പേടിയുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ എന്തുമായിട്ട് ജനിച്ചോട്ടെ, ഏത് രീതിയിൽ ജനിച്ചോട്ടെ, ഏത് സാഹചര്യത്തിൽ ജനിച്ചോട്ടെ, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ അവസ്ഥയാണ് നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ടത്. അപ്പൊ പല ആൾക്കാരും പല രൂപങ്ങളിൽ ജനിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ സൗന്ദര്യത്തിനെ ഭൗതികതയിൽ പറയുന്ന സൗന്ദര്യം എന്താണ്? നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ സ്ഥൂല ശരീരത്തിന്റെ കളറ് അല്ലെ, ഷേപ്പ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു സൗന്ദര്യം നിശ്ചയിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ജീവാത്മാവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിനെ മൂടിക്കിടക്കുന്ന എല്ലാ അഴുക്കുകളും പോയിട്ട് ആ ജീവാത്മാവ് ഷഡൈശ്വര്യങ്ങളിൽ തിളങ്ങണം. കാരണം ജീവാത്മാവ് ഭഗവാന്റെ അംശമാണ് അല്ലെ. ഭഗവാൻ ഷഡൈശ്വര്യനാണ്, ഷഡൈശ്വര്യ സമ്പന്നനാണ്, സച്ചിത്താനന്ദ വിഗ്രഹനാണ്. അപ്പൊ ഈ സച്ചിത്താനന്ദവും ഷഡൈശ്വര്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവാത്മാവ് എന്ന് പറഞ്ഞ ആ കണിക, അതിന്റെ എല്ലാ അഴുക്കുകളും പോയി തിളങ്ങുന്നതാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഒരു ആത്മാവ് മറ്റൊരു ആത്മാവിനെയാണ് കാണേണ്ടത്.
അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഈ ജീവിതം ജീവിക്കാൻ. ബാക്കിയുള്ളതെല്ലാം ശരീരത്തിനെ അവിടെ ഇട്ട് വട്ടം കറക്കുന്നത് ഈ ത്രിഗുണങ്ങളാണെന്നുള്ള അറിവാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ വരേണ്ടത്. ഇപ്പോ നമ്മള് കൂടുതലും അപ്പൊ നമുക്ക് ഈ പാപങ്ങൾ കയറി വരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഓരോ ശരീരങ്ങൾ, അല്ലെ, നമ്മള് അപ്രാരാബ്ധ ഫലം പാപം കൂടം ബീജം ഫലോന്മുഖം ക്രമേണ ഇവ പിളിയതെ വിഷ്ണുഭക്തി രഥാത്മനാം ശ്ലോകമുണ്ട്. അപ്പൊ അപ്രാരാബ്ധം, പ്രാരാബ്ധം, കൂടം ബീജം, 4. അപ്പൊ പാപത്തിന് 4 കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് 4 കാര്യങ്ങൾ? അപ്രാരാബ്ധം ഉണ്ട്, കൂടം, ബീജം, പിന്നെ പ്രാരാബ്ധമാണ് വരുന്നത്. ഇതാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അപ്രാരാബ്ധം എന്താണ്? നമ്മൾ പാപം ചെയ്തു. പാപം ചെയ്യാന്ന് വെച്ചാൽ പോയിട്ട് കൈകൊണ്ടൊന്നും ചെയ്യണമെന്നില്ല, ചിന്തിച്ചാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അവനൊരു പണി കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം, ആ ചിന്ത മതി. അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു, അതിന്റെ വിത്ത് വീണ് കഴിഞ്ഞു, അല്ലെ? അപ്പോ അതാണ് അപ്രാരാബ്ധം. ഇപ്പൊ ഒരു കള്ളൻ പോയിട്ട് മോഷണം നടത്തുകയാണ്, ബാങ്ക് കുത്തി തുറന്നു, അല്ലെങ്കിൽ ഒരു വീട് കുത്തി തുറന്ന് കുറെ സ്വർണം ഒഴിച്ചിട്ടുണ്ട് പോയി. അവനെ പിടിച്ചിട്ടില്ല. അവനെ പിടികിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ കള്ളൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, കാരണം അവനെ പിടിച്ചിട്ടില്ല. പക്ഷെ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ? കുറ്റം ചെയ്തു, പക്ഷെ പിടിക്കപ്പെട്ടിട്ടില്ല. അതാണ് അപ്രാരാബ്ധം. നമ്മൾ ഇതുപോലെയാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നമ്മൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അപ്രാരാബ്ധമായിട്ട് സഞ്ചിയിൽ കിടക്കും. അതിങ്ങനെ കിടക്കും. പക്ഷെ അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അദ്ദേഹം എടുത്തിട്ട് വിത്തായിട്ട് വരാൻ പോകുന്നത്. അപ്രാരാബ്ധം അങ്ങനെ കിടക്കും. ചിലപ്പോ ഈ അപ്രാരാബ്ധം കിടക്കുമ്പോൾ ആ ജന്മം തീർന്നു പോയി എന്ന് വരാം. അയാൾ പിടിച്ചില്ല. ഇപ്പൊ ആ കള്ളൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, മരിച്ചുപോയി. അയാൾ അതിന്റെ കർമ്മഫലമൊക്കെ അനുഭവിച്ച് വേറൊരു ജീവിതമൊക്കെ എടുത്തു. പക്ഷെ ഈ ജന്മത്തിൽ അയാൾ അതിന്റെ ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ഒരു സാധാ കള്ളനായിരുന്നു, ഇത്തവണ പുള്ളി ഒരു ബാങ്ക് മാനേജറായിട്ടാണ് റോള് കിട്ടിയേക്കണേ. എന്തൊക്കെയോ ചെയ്ത ഫലം കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ അപ്പൊ അങ്ങനെ ബാങ്ക് മാനേജറായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറെ കാശിന്റെ ഇടപാട് വരുമ്പോ എന്താ? കൂടം എന്താണ്? ആ മുജ്ജന്മ കർമ്മവാസന അങ്ങോട്ട് വരും. എന്താണ്? കഴിഞ്ഞവണ കുത്തി തുറന്നുണ്ടല്ലോ, അപ്പൊ ഉള്ളിൽ വരും, ഇത്രയും പൈസ കുറച്ച് അടിച്ചു മാറ്റിയാലോ, വേണ്ട, വേണോ, വേണ്ട. അപ്പൊ ഏതാണ്? അപ്പൊ അവിടെ വരും കൂടം, ഇല്ല അടിക്ക്. അപ്പൊ ബീജം, വിത്ത് പാകും. എന്താണ് ബീജം? ആഗ്രഹമാണ്. ആഗ്രഹം വരികയാണ്, ഇതെടുത്താൽ എനിക്ക് അത് ചെയ്യാം. ആഗ്രഹം, ഇതെടുത്താൽ എനിക്ക് അവിടെ പോയി ആ റിസോർട്ട് വാങ്ങാം, ഇത് മേടിക്കാം, ഇന്ന ആളെ കല്യാണം കഴിക്കാം, ഇത്രയും പൈസ. അപ്പൊ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അതങ്ങോട്ട് കമ്മിറ്റ് ചെയ്യും. ബീജം വിത്തിട്ടു, എന്ത് സംഭവിച്ചു? അടിച്ചു മാറ്റി എന്ത് സംഭവിച്ചു? ചെയ്തു, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? പ്രാരാബ്ധം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോ വന്നു, സംഭവം കിട്ടി. ഇനി എന്ത് സംഭവിക്കും? എപ്പോഴെങ്കിലും പിടിക്കപ്പെടും, അല്ലെ? വീണ്ടും കിടക്കും. എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമ്പോ എന്ത് സംഭവിക്കും? പിടിക്കപ്പെടുമ്പോഴാണ് പ്രാരാബ്ധം സംഭവിക്കുന്നത്. അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. ഇതൊക്കെ ഏത് ജന്മത്തിലും വരാം. ഇതാണ് നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുന്നത്. അപ്പൊ കുറെ സഞ്ചിയിൽ കിടപ്പുണ്ട് നമ്മുടെ. അപ്പൊ നമുക്ക് അറിയില്ല, അല്ലെ? നമ്മൾ എത്രയോ ജന്മം കഴിഞ്ഞ് വന്നേക്കണ സഞ്ചിയിൽ എന്തോരം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊന്നും നമ്മൾ അറിയാൻ നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ വിളിക്കുക. നമുക്ക് പ്രഭാതർ പറഞ്ഞു തന്നിരിക്കുന്നു, അല്ലെ? നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം അദ്ദേഹം തന്നിരിക്കുകയാണ്. അപ്പോ ആ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാൽ ഈ സഞ്ചി കിടന്നുള്ള വിത്തുകളും പാകിയ വിത്തുകളും പാകാനിരിക്കുന്ന വിത്തുകളൊക്കെ എല്ലാം വറചട്ടിയിൽ ഇടുന്ന പോലെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ആ വിത്തുകൾ നമുക്കറിയാലോ, ഒരു പയറുമണി എടുത്തിട്ട് നല്ലോണം വറുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുളക്കില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് സംഭവിക്കുക. അപ്പോൾ നമുക്ക് അതെല്ലാം ഇല്ലാണ്ടാക്കുക. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപഫലങ്ങളും പോണെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ആ ആഗ്രഹങ്ങളെ വേണ്ട, അതെല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാൻ ചെയ്തോളും നമ്മുടെ കർമ്മഫലത്തിന്റെ കാര്യമല്ല. അപ്പൊ അതാണ് അതുവരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത്. ഇനി 27ലേക്ക് ഇപ്പോഴും നമ്മൾ വന്നിട്ടില്ല. 27ലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ബ്രഹ്മന്റെ, അത് പറഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോ ബ്രഹ്മമായിട്ട് അറ്റാച്ച് ആവുക എന്നുള്ളൊരു സംശയം ബ്രഹ്മഭൂയായ കൽപ്പതയെ വരുമ്പോൾ പാടില്ല. അവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നിട്ടുണ്ട്. ആ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് 26ാമത്തെ ശ്ലോകം വായിക്കുന്ന ഒരാള് ഞാൻ ഈ ത്രിഗുണങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ ബ്രഹ്മത്തിലാണോ പോണേ? അല്ല. ബ്രഹ്മം എന്താണ്? ഭഗവാന്റെ ആ ഒരു എന്താ പറയുന്നതിന് എഫൾജൻസ്, അല്ലെ? ഭഗവാന്റെ ആ ഒരു പ്രഭാവമാണ്. ഭഗവാന്റെ ആ ഒരു ധാമത്തിൽ നിന്നുള്ള പ്രഭാവമാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ പ്രഭാവം മാത്രമാണത്. അപ്പോ ആ പദത്തിൽ എത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് തന്നെ എത്തും. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞതും ഭഗവാന്റെ തന്നെയാണ്. എല്ലാത്തിന്റെയും സോഴ്സ് ഭഗവാനാണ്. നമ്മൾ കഴിഞ്ഞ തവണ അതിന്റെ ഉദാഹരണം പറഞ്ഞു, അല്ലെ? തീവണ്ടിയുടെ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു. ലൈറ്റ് കാണുന്നത്, ശബ്ദം കേൾക്കുന്നത്, മുഴുവനായി കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അപ്പോ നേരത്തെ പറഞ്ഞതിൽ ഒരു പോയിന്റും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പരസ്പരം മറ്റൊരാളെ പറ്റി പറയാൻ പാടില്ല, അത് പാപമാണെന്ന് പറഞ്ഞു. അപ്പൊ ചിന്ത പോലും പാപമാണെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താനുണ്ട്. ഇപ്പൊ നമ്മൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഇഷ്ടമായിരിക്കും, ഒരുപാട് പേര് ഇഷ്ടമല്ലാത്തവരുണ്ടോ, അല്ലെ?
അത് ശരിയല്ലേ? എത്ര നമ്മൾ സാധന ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം, സുഹൃത്തുക്കളിലായിരിക്കാം, സമൂഹത്തിൽ ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടമായിരിക്കില്ല. അത് സത്യമാണ്. ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടമാകും. അത് എന്തുകൊണ്ടാണ് ആ ഇഷ്ടം അനിഷ്ടം വരുന്നത്? അത് നമ്മളുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല. നമ്മൾ അവർ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറയാൻ നമ്മൾ പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. ഇപ്പോൾ ഈ പറയുന്ന ഞാനും അത് പറയും. പക്ഷെ ഞാനിത് പറയുന്നത് എന്തിനാ? ഞാൻ ശരിയാവാനാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്. കാരണം പറഞ്ഞു തന്നെ നമ്മളിത് ശരിയാവുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് വെച്ചാൽ, അതൊരു ജീവാത്മാവാണ്, നമ്മളൊരു ജീവാത്മാവാണ്, അല്ലെ? ഇപ്പോ നമ്മുടെ വീട്ടിൽ ഒരു ടാപ്പ് ഉണ്ട്, ബാത്റൂമിൽ ഒരു ടാപ്പ് ഉണ്ട്. ആ ടാപ്പിൽ കൂടി എല്ലാ ദിവസവും 35 ഡിഗ്രി ചെറു ചൂടുവെള്ളം വരുന്നതെന്ന് വിചാരിക്കും. 35 ഡിഗ്രിയിൽ ചൂടുവെള്ളം വരുന്നുണ്ട്. ഒരു തണുപ്പ് കാലത്താണെങ്കിൽ നമുക്ക് ആ 35 ഡിഗ്രി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നല്ല സുഖമായിരിക്കുമല്ലോ. നമുക്ക് ആ വെള്ളത്തിനെ ഭയങ്കര ഇഷ്ടം, എന്ത് നല്ല വെള്ളം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആ വെള്ളത്തിന്റെ ആ ചൂട് നല്ല സുഖമായിരുന്നു കുളിക്കാന്ന് വേണമെങ്കിൽ പറയും. അതേസമയം ഒരു കൊടും ചൂടത്തും ആ 35 ഡിഗ്രി വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓ, എന്തൊരു നാശോ, എനിക്ക് പറ്റില്ല, എന്തൊരു വെള്ളം ഇത്. നമ്മൾ ആ വെള്ളത്തിനെ കുറ്റം പറയും. വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 35 ഡിഗ്രി തന്നെയാണ് അദ്ദേഹം 365 ദിവസം ഒഴുകുന്നത്. പക്ഷെ അവിടെ ആരുടെ അപ്രോച്ചാണ് മാറിയത്? ആരുടെ നോട്ടമാണ് മാറിയത്? അല്ലെ? നമ്മുടെയാണ്, അല്ലെ? നമ്മളുടെ സാഹചര്യമാണ്, നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ആ 35 ഡിഗ്രി ഉള്ള വെള്ളത്തിനെ ഒരു സമയത്ത് വളരെ പുകഴ്ത്തി, ഒരു സമയത്ത്. അതുപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒരു വ്യക്തി നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അത് എന്റെ കാഴ്ചപ്പാടിന്റെയാണ്. ആ വ്യക്തിയിലുള്ള എന്ത് നല്ല ഗുണങ്ങളുണ്ടോ അത് നമ്മൾ എടുക്കുക. വേറെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തതിനെ അതിനെ ഉപേക്ഷിക്കുക. പക്ഷെ ആ വ്യക്തിയെ നമ്മൾ ഉപേക്ഷിക്കാനോ ആ വ്യക്തിയോട് നമുക്ക് നീരസം കാണിക്കാനോ വ്യക്തിയെ മാറ്റി നിർത്താനോ പാടില്ല. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ മാറും. ഓരോ പ്രായം കഴിയുമ്പോൾ നമ്മുടെ മാറും. കാരണം നമ്മൾ ഓരോ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ പിടിവാശി. കുട്ടികൾ എങ്ങനെയാണ്? നമുക്കൊരു 5 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ നമുക്കറിയാലോ, അത് കഴിഞ്ഞാലും കുട്ടികൾക്ക് പിടിവാശികളുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ ഓമനിച്ച് എന്ത് പിടിവാശി നമ്മൾ സമ്മതിച്ചൊക്കെ കൊടുക്കും, അല്ലെ? ഇതുപോലെ തന്നെയാണ് നമ്മളൊരു 80 വയസ്സ് കഴിഞ്ഞാലും സംഭവിക്കുന്നത്. നമുക്ക് പിടിവാശികൾ കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ഓമനിക്കും, വയസ്സായവരെ നമ്മൾ ചീത്ത പറയും. പക്ഷെ അത് ചെയ്യാൻ ഒരിക്കലും നമ്മൾ പാടില്ല. എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? കാരണം നമ്മൾ നമ്മളുടെ സാഹചര്യം, കാരണം നമുക്കതൊരു ബാധ്യത അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഇത് സംഭവിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കണം, ഇവിടെ സംഭവിക്കുന്നത് എന്റെ ത്രിഗുണങ്ങൾ എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ആലോചിക്കണം, ഇല്ല, ഞാനിവിടെ സമചിത്തത പാലിക്കണം. അതും ഒരു ജീവാത്മാവാണ്, അത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഭഗവാന് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. അവിടെയുണ്ട് ഭഗവാൻ. നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. ആ വ്യക്തിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയോട് പോലും ഒരു ഒന്നും തോന്നില്ല, യാതൊരു നീരസവും തോന്നില്ല. നമുക്ക് എല്ലാവരും ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഈ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ വിശദീകരണം തന്നെ. അപ്പൊ ഭഗവാനോട് പറയുന്നത്, അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഭഗവാൻ തന്നെ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അമൃതം. അമൃതം വെച്ചാൽ ഇമ്മോർട്ടൽ ആണ്. പിന്നെ അക്ഷയമാണ്, ഇംപെരിഷബിൾ ആണ്, എറ്റേണൽ ആണ്, ശാശ്വതമാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് ദി അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അതാണ് ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാത്തിന്റെയും അടിസ്ഥാനം ആരാണ്? ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ തന്നെ നേരിട്ട് നമ്മളോട് പറയണം. പിന്നെ നമ്മൾ അവിടെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരു സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു രീതിയിലും ഇതിൽ യാതൊരു രീതിയിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതിന്റെ വിശദീകരണം നമുക്ക് നമ്മുടെ ഗുരു വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ആ 3 കാര്യങ്ങള് നമ്മൾ പ്രധാനമായിട്ട് അന്ന് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കൊരു നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 തരം റിയലൈസേഷൻ ആണ്, അല്ലെ? ഭഗവാൻ സാക്ഷാത്കാരത്തിന്റെ 3 സ്റ്റെപ്പായിട്ട് എടുക്കുക. അപ്പൊ ആ ഉദാഹരണം വീണ്ടും പറയാം. പല ഉദാഹരണങ്ങൾ പ്രഭാതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ പ്രകാശത്തിനെ ഒരു വിദ്യാർത്ഥികള് മനസ്സിലാക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സൂര്യനെ മനസ്സിലാക്കുന്ന പോലെ, അപ്പൊ സൂര്യന്റെ പ്രകാശത്തിനെ അവൻ മനസ്സിലാക്കുന്നു, അത് ബ്രഹ്മമായിട്ട് കരുതുക. അല്ലെങ്കിൽ സൂര്യന്റെ ഉപരിതലത്തിനെ മനസ്സിലാക്കുമ്പോൾ അതിനെ പരമാത്മാവായിട്ടും, സൂര്യൻ ഗ്രഹത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഭഗവാൻ റിയലൈസേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കാര്യം ഇതുപോലെ തന്നെ. ഒരു തീവണ്ടി വരുന്നു. അപ്പൊ 3 ആൾക്കാർ ചെന്നിട്ട് ആ തീവണ്ടിയെ നോക്കുമ്പോൾ തീവണ്ടിയുടെ ലൈറ്റ് ദൂരെ നിന്ന് കാണുക. ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ, ശബ്ദം എത്തിയിട്ടില്ല. അപ്പൊ ആ ലൈറ്റ് കാണുമ്പോൾ ആദ്യം ലൈറ്റിനാണ്, അല്ലെ? ലൈറ്റ് അല്ല, ഇടി മിന്നൽ ആദ്യം എന്താ പറയുക? ലൈറ്റാണ് ആദ്യം തന്നെ, പിന്നെ ശബ്ദം സഞ്ചരിക്കുള്ളൂ. അപ്പോ ലൈറ്റ് കാണുമ്പോൾ തന്നെ ഒന്നാമത്തെ ആൾ പറയണം, ആ ഭഗവാൻ എനിക്ക് മനസ്സിലായി. അയാൾ പറയാ ട്രെയിനാണ്. അപ്പൊ ട്രെയിൻ എന്താന്ന് എനിക്ക് മനസ്സിലായി, ഒരു ഭയങ്കരമായ ലൈറ്റാണ് ട്രെയിൻ എന്ന് വെച്ചാൽ അയാൾ ഓടിപ്പോയി വിചാരിക്കുക. അപ്പൊ അതാണ് ബ്രഹ്മ റിയലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ 2ാമത്തെ ആൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ആ ശബ്ദം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു തീവണ്ടിയുടെ ശബ്ദവും കൂടി കേട്ടു. അപ്പൊ അയാൾ പറയണം, ആ തീവണ്ടി എന്ന് വെച്ചാൽ ശബ്ദവും ഒരു വെളിച്ചം മാത്രമല്ല ഒരു ശബ്ദവും കൂടി ഉള്ളതാണ് തീവണ്ടി എന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ ഓടിപ്പോയി.
അടുത്ത ആൾ അവിടെ തന്നെ നിന്നു. തീവണ്ടി വന്ന് നിന്ന് പോണ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, ശബ്ദവും വിളിച്ചോല്ല, ഈ കാണുന്ന ഈ രൂപം ഇതെല്ലാമാണ് തീവണ്ടി എന്ന് അയാൾ പൂർണ്ണമായും മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മൻ, പരമാത്മാ ആൻഡ് ഭഗവാൻ റിയലൈസേഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അതൊരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആയിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഭഗവാന്റെ ആ രൂപം നമ്മൾ മനസ്സിലാക്കി. കാരണം ആ രൂപം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭഗവാനെ ആരാധിക്കാനും ഇതിനുമെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് ഇവിടെ പറയുന്ന അടുത്ത ഒരു പോയിന്റ്, നമ്മളുടെ വളരെ ഈ ഭാവാർത്ഥം എന്തായാലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഭാവാർത്ഥമാണ് ഈ 26-ന്റെ 27-ന്റെ പ്രത്യേകിച്ച്. കാരണം വളരെ വിശദമായിട്ട് ശ്രീ പ്രഭുപാദർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോ ഇവിടെ പറയുന്ന കാര്യം, നമുക്ക് ഏത് രീതിയിൽ നമ്മൾ മുന്നേറിയാലും നമ്മൾക്ക്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പോയാലും നമ്മൾക്ക് ഈ നവവിധ ഭക്തിയിലൂടെ നമുക്ക് മുന്നേറി നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ശ്രവണം, അല്ലെ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഇതിൽ ഒന്നിലും പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അല്ലെ? 3 നമുക്ക് നടക്കും. അത് 3 എന്തിലൂടെ നടക്കും? ഒറ്റയടിക്ക് നടക്കുന്ന ഏതാണ്? നമുക്ക് ചാൻഡിങ്ങിലൂടെ നടക്കും, അല്ലെ? അപ്പൊ നമ്മൾ മാല എടുത്തുന്ന രാവിലെ പ്രഭു പറഞ്ഞു പിള്ളേരോട് ആ മാല തന്നെ ചെയ്യാന്ന്. കാര്യം അതൊരു അടുത്തൊരു പ്രധാന കാര്യമാണ്. കാരണം ആ കുട്ടികൾ ആ മാലയിൽ ജപിക്കുമ്പോൾ അത് ഇപ്പോഴേ തന്നെ അവർക്ക് ആ ഒരു മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് അവരുടെ മനസ്സ് പോവുകയാണ്. അപ്പൊ ഓരോ മാലയിൽ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിളിക്കണോ എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മൾ പടിവാതിൽ നിൽക്കുകയാണ്, ഭഗവാൻ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്, ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ്. അപ്പൊ അത്രയും മനസ്സ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഓരോ മാലയിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത് തന്നെ നമ്മൾ കേൾക്കുക. അതൊരു മെത്തേഡാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമ്മളത് നോക്കി വായിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സ് അവിടെ ഉറയ്ക്കും. നമ്മൾ പറയാം. അപ്പൊ ശ്രവണം നടക്കുന്നു, കീർത്തനം നടക്കുന്നു, ഒപ്പം നമ്മൾ മനസ്സിൽ ഭഗവാനെ പ്രതീക്ഷിക്കുമ്പോൾ സ്മരണവും നടക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സേവന മനോഭാവം കൂട്ടുവാനും നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് ഒരിക്കലും സെൻസ് ഗ്രാറ്റിഫിക്കേഷനെ ഒരു തല്ലിക്കെടുത്തിയിട്ട് സേവന മനോഭാവം തന്നെ കൂടുമെന്ന് വിചാരിക്കും. തിരിച്ചാണ് പ്രോസസ്സ് നടക്കുന്നത്, അല്ലെ? സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്കിപ്പോ ഒരു ഇഷ്ടമുള്ള ഒരു ഭക്ഷണമുണ്ട്, അത് കഴിക്കണം, പക്ഷെ അത് കഴിക്കാൻ പാടില്ല, പക്ഷെ അത് കഴിക്കണം എന്ന് തോന്നിയാൽ ആ ഭക്ഷണം ഉപേക്ഷിക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഉപേക്ഷിക്കാനാവില്ല. കാരണം എന്താ? നമുക്ക് അതിനേക്കാൾ ഒരു ഹയർ ടേസ്റ്റ് കിട്ടിയാലേ അത് ഉപേക്ഷിക്കാനാവും, അല്ലെ? ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ മൊബൈൽ കുട്ടി എടുത്തു. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പെട്ടെന്ന് പറിച്ചാവാൻ ചിലപ്പോൾ അത് വലിച്ചെറിയും, അത് പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവന് ഇഷ്ടമുള്ളൊരു സാധനം എന്തായിരിക്കും? ഇവന് ഇന്ന ടോയ്, അല്ലെങ്കിൽ അവനൊരു ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചോക്ലേറ്റ് കാണിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യും? പതുക്കെ അത് ആ കയ്യിലേക്ക് എന്നിട്ട് ആ ചോക്ലേറ്റ് മേടിച്ചിട്ടും ഹയർ ടേസ്റ്റ് കിട്ടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ആ ഹയർ ടേസ്റ്റിലേക്ക് തന്നെ പോകണം. അപ്പോഴേ നമുക്ക് ഈ ലോവർ ടേസ്റ്റുകളായ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ വിടുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം. അപ്പൊ ആ ഹയർ ടേസ്റ്റിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ നവവിധ ഭക്തി അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രവണം, കീർത്തനം, സ്മരണത്തിൽ ശ്രവണമെങ്കിലും നമ്മൾ കേൾക്കണം. അതായത് നമ്മൾ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ കഥകളെല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ആ ഭഗവാന്റെ ആ ഒരു സച്ചിദാനന്ദം നമുക്ക് കിട്ടുന്നുള്ളതാണ്, അല്ലെ? ഭഗവാന്റെ അസംഖ്യം എനർജികളുണ്ട് ഭഗവാന്. അപ്പൊ അസംഖ്യം എനർജികളിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നതാണ് എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം, അല്ലെ? ഭഗവാന്റെ സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ എറ്റേണൽ പൊട്ടൻസി, അല്ലെ? ശാശ്വതത്വമാണ്. ചിത്ത് എന്ന് പറയുന്നത് ഭഗവാന്റെ നോളജ് പൊട്ടൻസിയാണ്. ആനന്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ ആനന്ദം, ബ്ലിസ് ആണ്, അല്ലെ? പരമാനന്ദമാണ്. അപ്പൊ ഇതെല്ലാം നമ്മളിലും വരും. എങ്ങനെ? നമ്മൾ ഭഗവാനുമായിട്ട് ആ സമ്പർക്കം വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് ഉള്ളൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു ഉപമയും പറയുന്നുണ്ട്. നമ്മുടെ ഭക്തൻ അവിടുത്തെ സമീപിക്കുമ്പോൾ ഈ 6 ഐശ്വര്യങ്ങളുടെ കൈമാറ്റം ഉണ്ടാകുന്നു. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം അനുഭവിക്കുന്നു എന്ന് പ്രഭുപാദർ ഒരു ഉപമ പറയുന്നുണ്ട്. എത്ര കറക്റ്റ് ആണതല്ലേ? നമ്മളൊരു ഒരാളോട് നമ്മൾ അത്ര അടുക്കുമ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, അല്ലെ? അതുപോലെ തന്നെ ഭഗവാനെ നമ്മൾ അത്രയും ആരാധിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായി മാറുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്ലോകങ്ങൾ. അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ ഈ ഐശ്വര്യങ്ങൾ കൈമാറ്റം ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഭഗവാന്റെ ഐശ്വര്യങ്ങൾ കിട്ടും. നമ്മൾ അങ്ങോട്ട് സ്നേഹമാണ് കൊടുക്കുന്നത്, ഭഗവാൻ ഇങ്ങോട്ട് ഐശ്വര്യങ്ങൾ കൈവച്ച് മാറും. അപ്പോൾ നമ്മളും ആ ഒരു ആനന്ദം അനുഭവിക്കും, ആ സച്ചിദാനന്ദം നമ്മൾ അനുഭവിക്കും. അപ്പം അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ സച്ചിദാനന്ദ വിഗ്രഹത്തിൽ ഈ നമ്മുടെ ഭഗവാന്റെ ശക്തികളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ സച്ചിദാനന്ദ വിഗ്രഹനാണ് ഭഗവാൻ. പക്ഷെ ഭഗവാന്റെ 3 തരം അസംഖ്യ ശക്തികളിൽ 3 തരം ശക്തികൾ നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി, അല്ലെ? അന്തരംഗ ശക്തി. പിന്നെ തടസ്ഥ ശക്തിയാണ്
പിന്നെ ബഹിരംഗ ശക്തിയുണ്ട് അല്ലെ. ഇന്റേണൽ പൊട്ടൻസിയാണ് നമ്മൾ പറഞ്ഞതാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞ ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. ഭഗവാന്റെ ബഹിരംഗ ശക്തി ഏതാണ്? നമ്മുടെ ഭൗതിക പ്രകൃതിയാണ് അല്ലെ, മെറ്റീരിയൽ വേൾഡ് ആണ്. പിന്നെ ഭഗവാന്റെ തടസ്ഥ ശക്തി നമുക്ക് അറിയാം, നമ്മുടെ ജീവാത്മാക്കളാണ്, ജീവഗണങ്ങൾ, നമ്മുടെ ജീവാത്മാക്കളാണ്. അപ്പോ ഇതിന്റെ ശ്ലോകങ്ങളെല്ലാം ഭഗവത്ഗീതയിലുണ്ട് അല്ലെ. നമുക്ക് 7ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ ഭൂമി 7.4 എന്താ പറയുന്നത്? ഭൂമിരാപ്പോ അനലോ വായുക്കം മനോബുദ്ധി രേവജ അഹങ്കാരി ധീയമ്മേ ഭിന്നാ പ്രകൃതി രക്ഷത അല്ലെ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഇത് 8 അടങ്ങുന്നതാണ് എന്റെ ബഹിരംഗ എന്ന് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എന്ത് പറയുന്നുണ്ട്? ഭഗവാന്റെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ അത് ഉപദ്രഷ്ടാനുമന്താജ ഭക്ത പോക്ത മഹേശ്വര, ആ ശ്ലോകം ഉണ്ട് അല്ലെ. പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷാപര എന്നുള്ള ഭാഗമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാല് ഈ ബ്രഹ്മഭൂയായ കൽപ്പത വരുമ്പോൾ നമുക്ക് എല്ലാവരും ക്ലാരിറ്റി അവിടെ വ്യക്തമായിട്ടുണ്ടാണ്. അപ്പൊ ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് അത് ഭഗവാന്റെ ആ ഒരു പ്രഭ തന്നെയാണ്, അത് അടിസ്ഥാനം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ് അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, എന്നിൽ നിന്നാണ് അത് വരുന്നത്. അതുപോലെ തന്നെ 7.5 പറയുന്നത് പരമാത്മാവ് എന്നുള്ളത് ഭഗവാൻ അല്ലെ, ഭഗവാൻ തന്നെയാണ് പരമാത്മാവ് എന്നുള്ളത് കാര്യമാണ് ബഹിരംഗ ശക്തികളെ കുറിച്ച് പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഭഗവാൻ എന്നുള്ളത് അൾട്ടിമേറ്റ് ആണ്, പരമപുരുഷനാണ്. കാരണം അവിടെ പറയുന്നുണ്ട് അല്ലെ, ഉപദ്രഷ്ടാനുമന്താച്ച ഭക്ത പോക്ത മഹേശ്വര എന്ന് പറയുന്നുണ്ട്. അതും വളരെ പ്രധാന ശ്ലോകമാണ്. ഉപദ്രഷ്ടാവാണ് ഭഗവാൻ. ഉപദ്രഷ്ടാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മേൽനോട്ടക്കാരനാണ് അല്ലെ. ഉപദ്രഷ്ട അനുമന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് പെർമിഷൻ കൊടുക്കുന്ന ആളാണ്. അപ്പോ മേൽനോട്ടക്കാരനാണ്, പിന്നെന്താണ്? അനുമതിദായകനാണ്. ഭർത്താവാണ്. ഭർത്താവ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം സർവവുമായി അടക്കി ഭരിക്കുന്നവൻ അല്ലെ. അത് കേൾക്കുമ്പോൾ ചിലർക്ക് സന്തോഷവും. അപ്പോ എല്ലാം അടക്കി ഭരിക്കുന്നവനാണ്, അതാണ് ഭർത്താവ്. ഭോക്ത എന്ന് വെച്ച് കഴിഞ്ഞാല് പരമ ആസ്വാദകനാണ്, എൻജോയ് ചെയ്യുന്ന ആളാണ്. പിന്നെ മഹേശ്വരനാണ്, പരമപുരുഷനാണ്, എല്ലാത്തിന്റെയും ഈശ്വരനാണ്. അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട് അതാണ് ആരാണ്? ഭഗവാനെ കുറിച്ച്. ആ ഭഗവാന്റെ അംശമാ, അതാണ് പരമാത്മാവിനെ. ആ പരമാത്മാവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ഹൈറാർക്കിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മൾ ആ ഒരു എഫൾജൻസ് എന്ന് പറയുന്നത്, ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ പ്രഭ തന്നെയാണ്. പരമാത്മാ രൂപേണ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് തന്നെ തുടരുന്നുമുണ്ട്. ഭഗവാൻ എന്നും അവിടെ ഉണ്ടാവും. ആ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതിൽ എന്തിനെ ആരാധിച്ചാലും അവിടെയൊന്നും യാതൊരു തെറ്റുമില്ല. അതെല്ലാം ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ. പക്ഷെ നമ്മൾ ഭഗവാനെ നമ്മൾ അറിയാൻ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ഭഗവാനെ അറിയണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെ കാരുണ്യം ആവശ്യമാണ്, ഗുരുവിന്റെ സേവ ആവശ്യമാണ്. അതിലൂടെ തന്നെ നമുക്ക് ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ആ വ്യക്തിശൂന്യ ബ്രഹ്മ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ പോയി കുരുങ്ങി കിടക്കാൻ പാടില്ല. അതിനപ്പുറം നമ്മൾ പോയിട്ട് ഭഗവാൻ എന്ന രൂപത്തെ നമ്മൾ അറിയാന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് പ്രഭാതര് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഇല്ലെങ്കിൽ ബുദ്ധി പൂർണ്ണമായും ശുദ്ധമല്ല എന്ന് ഭാഗവതം പറയുന്നു എന്നുള്ള കാര്യം പർപ്പട്ടിൽ പ്രഭാതര് പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ പരമപുരുഷനെ കുറിച്ച് അറിഞ്ഞില്ല. അപ്പൊ നമ്മളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്ന രൂപത്തിനെ കുറിച്ച് അറിയില്ല. എല്ലാം കഴിഞ്ഞ അതൊക്കെ ഓക്കെ, അതല്ല, അതിനേക്കാൾ അപ്പുറമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞൊരു അവസ്ഥ. അവിടെ രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമുണ്ടോ? ഇല്ല അല്ലെ. പിന്നെ അവിടെ ഈ ഭക്തിഭാവം പിന്നെ എങ്ങനെ വരും? ആ ഭക്തിഭാവമാണ് നമ്മുടെ പെർമനന്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. വെറുതെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിച്ചു അല്ലെങ്കിൽ ലഡു കഴിച്ചു, ആ ഹാപ്പിനെസ് എത്ര നേരം ഉണ്ട്? അത് കഴിഞ്ഞ് ഇറങ്ങി പോണവരുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതങ്ങനെയല്ല, ഇത് എവർ ലാസ്റ്റിംഗ് ആണ്, എറ്റേണൽ ആണ്, സച്ചിദാനന്ദ വിഗ്രഹനാണ്. അപ്പൊ ആ ഒരു ആനന്ദം, നമുക്ക് പരമാനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ആ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കണം. അപ്പൊ ആ രണ്ട് വ്യക്തികളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ രണ്ട് വ്യക്തികളെയും ശാശ്വതമാക്കിയത്. രണ്ടുപേരും എറ്റേണലാണ്, ഭഗവാനും എറ്റേണലാണ്, നമ്മളിലുള്ള ഭഗവാന്റെ അംശം എറ്റേണലാണ്. കാരണം ആ എറ്റേണൽസ് തമ്മിലുള്ള ബന്ധമാണ് ഈ ആനന്ദത്തിന്റെ സോഴ്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയിൽ വെറുതെ ഒരു കാര്യമാണ് നമ്മുടെ ശരീരം. വെറുതെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആത്മാവിനെ കൊണ്ടു നടക്കാനുള്ളത്. അപ്പൊ ആ ശരീരത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ പരമാനന്ദം നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മുന്നേ 19-ാം നമ്മുടെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ഈ ഒരു ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ ആ ഒരു പ്രേമഭാവത്തിലേക്ക് നമ്മളെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനുള്ള ശ്രമമാണ് ഭഗവാൻ അല്ലെ. നമ്മളെ ജീവാത്മാക്കൾ ഇങ്ങനെ
തോന്നിയ രീതിയിൽ നടക്കുന്ന ജീവാത്മാക്കളെ എങ്ങനെ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരാം എന്നുള്ളതിന് തന്നെയാണ് ഭഗവാൻ ഈ 14 ഇതെല്ലാം വളരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഭാവാർത്ഥത്തിലെ പോയിന്റുകൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാന പോയിന്റും കൂടി പറഞ്ഞാൽ എന്നിട്ട് നിർത്താം. ഇവിടെ പറയുന്നുണ്ട്, പ്രകൃത്യ ബ്രഹ്മം തന്നെയാണെങ്കിലും ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതാണ് അധപ്പതനത്തിന് കാരണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലെ, നമ്മളത് പറഞ്ഞു. കാരണം നമ്മുടെ മെയിൻ ചിന്ത എന്താണ്, എങ്ങനെ അല്ലെ ഈ ആസ്വാദന ഇച്ഛ വരുന്നതുകൊണ്ടാണ് അല്ലെ, എല്ലാത്തിനെയും ഭൗതികതയിലുള്ള എല്ലാത്തിനെയും ആസ്വദിക്കണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഈ കീഴടക്കൽ ചിന്ത വരുന്നത്. അപ്പൊ അതിന് പോകുമ്പോഴാണ് നമ്മൾ എന്ത് സംഭവിക്കും, പതുക്കെ പതുക്കെ ഭഗവാനെ വിട്ടിട്ട് നമ്മൾ ഭൗതികതയുമായിട്ട്, അതാണ് അധപ്പതനത്തിന് കാരണം. അധപ്പതനം എന്ന് പറയുന്നത് അവിടെ കാരണം എന്താണ്, എവിടെയാണ് പതനം സംഭവിക്കുന്നത്, നമ്മുടെ യഥാർത്ഥ വഴി എന്നുള്ളത് നമ്മൾ വന്ന വഴിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല, നമ്മൾ വേറെ പല വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ പതനം അവിടെ സംഭവിക്കുന്നത് ഭഗവാനിലേക്കുള്ള തിരിച്ചുള്ള വഴിയല്ലാത്ത ഏത് പാതയിലേക്ക് പോയാലും അവിടെ പതനമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ അതീന്ദ്രിയാവസ്ഥയിലെത്താം, ഉടനെ പെട്ടെന്ന് തന്നെ എത്താമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഭക്തിയുത സേവ സാക്ഷാത്കാരത്തിനായി ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ 9 ഭക്തി സാധനങ്ങൾ അനുഷ്ഠിക്കണം. നമ്മൾ പറഞ്ഞതാണത്. പിന്നെ ഇത്തരം സഹവാസം കൊണ്ട് ക്രമേണ ആധ്യാത്മിക ആചാര്യന്റെ പ്രേരണാ ഫലമായി പ്രകൃതിയെ ജയിക്കണമെന്ന ഭൗതിക വാഞ്ച അടങ്ങും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഭക്തസംഘം അല്ലെങ്കിൽ ഭക്തന്മാരുമായിട്ടുള്ള ആ ഒരു സംഗമവും ആത്മീയാചാര്യന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതും കൂടി ചേർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ഈ പറഞ്ഞതുപോലെ ഈ ഭൗതിക വാഞ്ച, നമ്മുടെ ഈ ഇതിനെ കീഴടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ആഗ്രഹങ്ങളെല്ലാം കുറയും, നമ്മുടെ രജോ ഗുണം കുറയും, സത്വഗുണത്തിലേക്ക് കയറി സത്വഗുണത്തിന്റെ മുകളിൽ നമുക്ക് വരാൻ സാധിക്കും. അപ്പോഴേ നമുക്കത് വരാൻ സാധിക്കും. ടോട്ടൽ ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് കിട്ടും. പക്ഷെ അത് എന്ന് കിട്ടും എന്നുള്ളത് നമ്മളുടെ പ്രോഗ്രസിനെ അനുസരിച്ചിരിക്കും, നമ്മൾ എത്രത്തോളം ഇതിനകത്ത് പോകുന്നു എന്നതനുസരിച്ചിരിക്കും. പിന്നെ ഭഗവാൻ പ്രഭാതർ പറയുന്നുണ്ട്, അത്യന്തം ലളിതമാണ് ഭഗവത് ഭക്തി സേവനം എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്കറിയാം അല്ലെ, സത്യം പറഞ്ഞാൽ വളരെ ലളിതമല്ല ഈ കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലെ. തോന്നുന്നുണ്ടോ പ്രഭാതർക്ക് അല്ലെ, വളരെ ലളിതമായിട്ട് പ്രഭാതർ അത് പറഞ്ഞു, വളരെ ലളിതമാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാമല്ലേ, ഒരു ഭൗതികതയിൽ ജീവിക്കുമ്പോൾ അത് അത്ര ലളിതമല്ല അല്ലെ. എന്തോരം കടമ്പകളാണ് അല്ലെ, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഓരോരുത്തരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്തെല്ലാം കടമ്പകളിലൂടെ ആയിരിക്കും ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു സമയം ഉണ്ടാക്കിയോടെ വരാൻ അല്ലെ. പക്ഷെ അതിന് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ലളിതമാവും. കാരണം അവിടെ ലളിതമാക്കുന്ന എന്താണ്, ആ ഭഗവാനോടുള്ള ഭക്തി, ആ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് അവിടെ മാർഗം. അപ്പൊ നമ്മൾ വേണമെന്ന് വെച്ചാൽ അത് സാധിക്കും. ഇപ്പൊ ഓരോ വ്യക്തികളോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു 5 പേജിന്റെ എസ്സേ എഴുതാനുണ്ടാവും, ഇന്ന് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് അല്ലെ, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അത് അത്ര പല കാര്യങ്ങൾ ആരും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കലല്ല നമ്മളുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ അതിലൊന്നും നമുക്ക് ആ ഒരു ലക്ഷ്യമുണ്ട് ഭഗവാൻ എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മറ്റതെല്ലാം തനിയെ നമ്മൾ നാളെ മറന്നു പോകും, അല്ലെ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും അതേ ശ്രമം തുടങ്ങി നമ്മൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത് എൻഡ് ചെയ്യുന്നുണ്ട്. ഈ വ്രതമനുഷ്യർ, അതായത് ഇങ്ങനെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നമ്മൾ ഇങ്ങനെ ഗുരുവിനെ അനുസരിച്ച് നമ്മൾ ഈ നവവിധ ഭക്തി എല്ലാം ചെയ്ത് നമ്മൾ സത്സംഗത്തിലൂടെ നമുക്ക് മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക ബന്ധത്തിൽ നിന്ന് ഈ ജന്മത്തിൽ തന്നെ മുക്തനാവാം. അപ്പൊ ഈ ജന്മത്തിൽ എങ്ങനെ മുക്തനാവാം എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോ എങ്ങനെ നമ്മൾ മുക്തനാവാം, കാരണം ഓരോന്നിലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ ആ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ത്രിഗുണങ്ങളാണ് ആ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് എഫക്ട് ചെയ്യിക്കുന്നത്. ത്രിഗുണങ്ങൾക്ക് ഒരിക്കലും ഒരു സാധനത്തിനെ തൊടാൻ പറ്റില്ല. നമ്മളിലുള്ള എന്തിനെ തൊടാൻ പറ്റില്ല, ആത്മാവിനെ തൊടാൻ പറ്റില്ല. ത്രിഗുണത്തിന് നമ്മുടെ ആത്മാവിനെ തൊടാനേ സാധിക്കില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ആത്മാവിന് ത്രിഗുണം ബാധിക്കുന്നുണ്ട്, പരമാത്മാവിനെ തൊടാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ത്രിഗുണങ്ങൾക്ക് നമ്മുടെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. എന്തുകൊണ്ടാ, നമ്മുടെ ആത്മാവ് ഭഗവാന്റെ അംശമാണ്, അത് അതേന്ദ്രിയമാണ്. ത്രിഗുണം ഇരിക്കുന്നത് എവിടെയാണ്, ഭൗതികതയിലാണ്. ഭഗവാന്റെ ശക്തി തന്നെയാണ്, പക്ഷെ ഭൗതികതയിലാണ്. ത്രിഗുണത്തിന് ആകെ ഇൻഫ്ലുവൻസ് ഉള്ളത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൽ മാത്രമാണ്. ഈ ഒരു പോയിന്റാണ് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പൊ നമ്മുടെ ജീവാത്മാവിനെ ഒരു കാരണവശാലും ത്രിഗുണങ്ങൾക്ക് ബാധിക്കാൻ സാധ്യമല്ല. പക്ഷെ എന്ത് സംഭവിച്ചു, 13.22 + 14 ചാപ്റ്റർ പറഞ്ഞു തരുന്നു എന്താണ് സംഭവിച്ചത്. നമ്മൾ വിചാരിക്കുകയാണ് ഈ ത്രിഗുണങ്ങളാണ് ഈ ശരീരമാണ് എല്ലാം എന്ന് വിചാരിക്കുമ്പോൾ ത്രിഗുണങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ വിചാരിക്കണം, നമ്മുടെ ജീവാത്മാവിനെ തൊടാൻ പറ്റില്ല. ഈ ജീവാത്മാവിൽ ഇതിനകത്ത് ട്രാപ്പായിട്ടിരിക്കുകയാണ്.
ആ ശരീരം ഈ ത്രിഗുണങ്ങൾക്കനുസരിച്ച് പോകുകയാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ എടുത്ത് ബുദ്ധിപരമായിട്ട് കൊണ്ടുവരേണ്ടത്, അല്ലെ? ആ മനസ്സ് നമ്മൾ ചുറ്റുമാറി നമ്മുടെ ബുദ്ധി ഏറ്റവും പരിശുദ്ധമാക്കണത് എപ്പോഴാണ്? നമ്മൾ മനസ്സിലാക്കണം ഈ ജീവാത്മാവിനെ ത്രിഗുണങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ശരീരമാ ത്രിഗുണം, ശരീരത്തിന് എന്തു വേണമെങ്കിലും കാണിക്കട്ടെ, പക്ഷെ ഞാൻ ഭഗവാനിലേക്ക് ലിങ്ക് ചെയ്ത് ആ ഒരു ബോധം നമ്മൾ എല്ലാ സെക്കൻഡിലും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഈ ഡിറ്റാച്ച്മെന്റ് സാധിക്കും. അപ്പൊ അങ്ങനെ വന്നാൽ, ആ അവസ്ഥയിൽ വന്നാൽ, ഈ വ്രതം അനുഷ്ഠിച്ച് ഈ പറഞ്ഞ അവസ്ഥയിൽ വന്നാൽ ബ്രഹ്മജ്യോതിയിലോ ബ്രഹ്മാനുഭൂതിയിലോ മറ്റേതെങ്കിലും തലത്തിലോ നിലയുറപ്പിക്കുന്ന ഭക്തൻ ഗുണം കൊണ്ട് ഭഗവത് സദൃശനത്രയെന്നാ പറയുന്നത്. പ്രഭാതരെ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഗുണം കണ്ടില്ല, അവിടെ ക്വാളിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾ എന്തു ആയിക്കോട്ടെ, നമ്മൾ എന്തു ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഏതിൽ എവിടെ പോയിരുന്നാലും നമ്മുടെ മനസ്സിൽ ഭഗവാനോടുള്ള ആ ഒരു അനന്യ ഭക്തി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ആർക്കും ഇതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കരുത്, ഇല്ല എനിക്ക് ഇത് കിട്ടി, എനിക്ക് ആ ശരീരം കിട്ടണം. പക്ഷെ അപ്പൊ വീണ്ടും ഭൗതിക ആഗ്രഹമായി. അത് എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ, നേരത്തെ കുഴിച്ചിട്ട വിത്തുകൾ മുളച്ചു വന്നതനുസരിച്ച് അതെല്ലാം വന്നുകൊണ്ടിരിക്കുക. അത് അനുഭവിച്ച് തീരുമ്പോഴും ഓരോ ജന്മത്തിൽ എന്ത് വന്നാലും, ഏത് അവസ്ഥ വന്നാലും നമ്മൾ ഭഗവാനിലേക്കുള്ള നമ്മളുടെ ആ ഒരു ഫോക്കസ് നമ്മൾ മാറ്റാതെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാൽ ബാക്കി ഏത് ശരീരം വന്നു പോയാലും ഒന്നും നമ്മളെ അത് ബാധിക്കില്ല. കാരണം നമ്മൾ മനസ്സ് നമ്മുടെ ആൾറെഡി അവിടെ ഭഗവാനിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ആത്മാവ് അവങ്ങളോടേക്ക് അറ്റാച്ച് ആയി കഴിഞ്ഞു. അറ്റാച്ച് കഴിഞ്ഞാൽ ലയനം അല്ല ഉദ്ദേശിച്ച് ഭഗവാനുമായിട്ടുള്ള ആ പ്രേമബന്ധത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഏത് രീതിയിൽ വന്നാലും നമുക്ക് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് ഭഗവാനും പ്രഭാതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പാർപ്പട്ടിലെ എല്ലാ പോയിന്റും കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് മൈക്കിൽ പറയുന്നു. ഹരേ കൃഷ്ണ. ഒരു മാതാജി എന്നോട് പറഞ്ഞത് നമ്മുടെ ചിന്തകൾ കൊണ്ടുള്ള പാപങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, അത് ക്ഷമിക്കപ്പെടും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉള്ളതിന് മാത്രമേ അതിന് പാപഫലം ഉള്ളൂ എന്ന്, അല്ലെങ്കിൽ പുണ്യഫലം ഉള്ളൂ എന്ന്. അങ്ങനെ അത് ശരിയാണ്. എനിക്ക് ആക്ച്വലി അറിയില്ല മാതാജി, കാരണം ഇവിടെ ഈ വിഷയം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആരോ ഉള്ളപ്പോ, പ്രഭു ഉള്ളപ്പോ, ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇതേ വിഷയം ഇവിടെ വന്നിരുന്നു ഒരു തവണ. അതിനൊരു എന്തൊരു ഡിസ്കഷൻ നടന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അത് എനിക്കറിയില്ല മാതാജി. പക്ഷെ നമുക്ക് അത് ചോദിച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കേട്ടിരിക്കുന്നത് ഇതാണ്, നമുക്കിപ്പോ മനസ്സ്, വാക്ക്, പ്രവൃത്തി ഏത് വന്നാലും ഒരു പാപം. അതിനൊരു അത് നമ്മൾ മനസ്സിലാക്കാൻ കാരണം വെച്ചാല് നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിൽ അതൊന്നും അർജുനൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയല്ലോ എന്നൊരു ശ്ലോകമുണ്ട്. ശ്ലോകം ഞാൻ മറന്നുപോയി. അതിലൊരു ശ്ലോകമുണ്ട് ഇങ്ങനെ, എന്റെ അപ്പുറത്തെ സൈഡിൽ, അല്ലെ, കൗരവപക്ഷത്തുള്ള എന്റെ ഗുരുജനങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ഇവരെയൊക്കെ ഞാൻ വധിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു പോയല്ലോ. ആ വിലാപ സമയത്ത് പറയും, ലമെന്റേഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ചിന്ത, അപ്പൊ അവിടെ അത് സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഭാവാർത്ഥത്തില്, ആ ചിന്തകൾ കൊണ്ടുള്ള അത് ഒരു പാപമായിട്ട്. അപ്പൊ അതൊരു ക്ലാസ്സിൽ ഞാൻ കേട്ടപ്പോ ചിന്ത ഏറ്റവും വലിയ പ്രശ്നമാണെന്നാണ് അന്ന് കേട്ടത്. പക്ഷെ ഇപ്പൊ മാതാജി ചോദിച്ച കാര്യവും ഇവിടെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല മാതാജി. തീർച്ചയായും ഇത് ഒന്ന് പാർക്ക് ചെയ്യാം, അതിനെ ചോദിച്ചിട്ട് പറയാം. ആർക്കെങ്കിലും പറയും. മൈക്കിലൊന്ന് പറയാം. ഈ മൈക്കിൽ ഞാനൊരു കേട്ടിരിക്കുന്ന കാര്യമുണ്ട്. അതായത് നമ്മുടെ കലിയുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ വന്നാലും പാപം വരും. മനസ്സിൽ ചിന്തകൾ എങ്ങനെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അത് ഇത് വരും. അപ്പൊ കലിയുഗത്തിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് മനസ്സിൽ വന്നാൽ അതിന് പണിഷ്മെന്റ് ഉണ്ടാവില്ല. മനസ്സിൽ തെറ്റായി തോന്നാം. അത് കലിയുഗത്തിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് എവിടെയാണെന്ന് അറിയില്ല. നമ്മളൊരു സീനിയർ ഡിവോട്ടി പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷണം കേൾക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് സോഴ്സ് അറിയണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. കാരണം നമുക്ക് എല്ലാത്തിന്റെയും, അല്ലെങ്കിൽ നമുക്ക് ഒരു അടുത്ത്, ഇപ്പൊ മതം ചോദിച്ച് നല്ലൊരു പോയിന്റ് ആക്കാം. ഇപ്പൊ നാളെ നമുക്ക് എവിടെയെങ്കിലും പറയണമെങ്കിൽ അത് എവിടെ എന്നുള്ളത് പ്രഭു പറഞ്ഞ പോലെ അത് ക്ലാസ്സിൽ കേട്ടതാണെങ്കിലും നമ്മൾ ഒരു ബേസ് സോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കും. ഹരീഷ് നമ്മുടെ ശരീരമാണ് നമ്മളെ സാധിക്കുന്നത്.
ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളല്ലേ ഇന്ദ്രിയങ്ങൾ അത് പിടിച്ചുകൊണ്ടുവരികയാണ് മാതാജി, പിടിച്ചുകൊണ്ടുവരികയാണ്. അതെ, ആത്മാവുമായിട്ട് ബന്ധമില്ലല്ലോ. ആത്മാവുമായിട്ടൊരു ബന്ധമില്ല, അല്ല. ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് അതെ ഗുണങ്ങളിൽ പെടുന്നത്. അതെ അപ്പോഴാണ് ജീവാത്മാവിനെ അതെ. ഹരേ കൃഷ്ണ. അതിനൊരു ഉദാഹരണം മാതാജി, ഇപ്പോ നമ്മള് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോ എന്താ പറയണേ, നമ്മളിപ്പോ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ വിചാരിക്കും, നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളൊരു സിനിമ ഗാനം നമുക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു വിചാരിക്കുക. വളരെയധികം നമ്മൾ ചിലപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോ ഉദാഹരണം പറയുമ്പോൾ ടീനേജ് കാലം, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലോ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക, പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ, ചില പ്രത്യേക പാട്ടുകൾ അല്ലെങ്കിൽ പ്രത്യേക കീർത്തനങ്ങൾ എന്തു ആയിക്കോട്ടെ. ഇപ്പൊ ഒരു പാട്ടാന്ന് വിചാരിക്കുക, ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാലത്ത്, ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു 2-3 വർഷം ചിലപ്പോൾ ആ സ്ഥിരമായിട്ട് ആ പാട്ടുകൾ കേട്ട ഒരു ജീവിത സാഹചര്യം നമുക്കുണ്ടാവും. പലർക്കും ചിലപ്പോൾ ഉണ്ടാവും, പാട്ടാവാം, കവിതയാവാം, പല രീതിയിലാവാം. അപ്പൊ നമ്മൾ അതിനൊക്കെ ശേഷം ഇങ്ങനെ കുറെ വർഷമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, വീട്ടിനകത്ത് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇപ്പൊ പാചകം ചെയ്തുകൊണ്ടിരിക്കുക, അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക, പുറത്തേക്കൂടി ഒരു കാറിൽ മൈക്കൊക്കെ കെട്ടി വെച്ചിട്ട് ഈ പാട്ട് ഇങ്ങനെ കേട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് അവിടെ എന്തൊരു സംഭവിക്കുന്ന അറിയോ, നമ്മൾ ഇതെല്ലാം എല്ലാം നമ്മൾ മറക്കും, കുറച്ചു നേരത്തേക്ക് മറന്നിട്ട് നമ്മൾ പെട്ടെന്ന് ആ പാട്ടേക്ക് നമ്മൾ പെട്ടെന്ന് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സും. അപ്പൊ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ ആ ശബ്ദം കൊണ്ടുവന്നിട്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കി. അവിടെ നമ്മുടെ മനസ്സും ബുദ്ധിയും ആക്ച്വലി ഈ പാചകത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അതിനെയും വെട്ടിച്ചിട്ട് അത് കയറി പിടിച്ചു. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെ ആത്മാവ് ഇതൊന്നും ബാധിക്കുന്നില്ല, പക്ഷെ ആ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ അതുപോലെ തന്നെയാണ് ഈ ത്രിഗുണങ്ങൾ. അപ്പൊ അവിടെയും സംഭവിക്കുന്നത് എന്താണ്, ആ ഒരു സമയത്തും ത്രിഗുണങ്ങൾ ആക്ട് ചെയ്യും, അവിടെയും ത്രിഗുണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് അപ്പൊ അന്നത്തെ ഇന്ന ആളെ വിളിച്ചു നോക്കിയാലോ, അപ്പൊ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഈ വീക്കെൻഡിൽ കാണാൻ പാർട്ടിയാണ്, ചിലപ്പോൾ ആ വഴി പോകും, അതോടുകൂടി ത്രിഗുണങ്ങൾ അവിടെ പിടിമുറയ്ക്കുന്നു വരാം. അപ്പോ പല രീതിയിൽ ഇത് നമ്മളെ എഫക്ട് ചെയ്യാം. കറക്റ്റ് ആണ് അതായത് പറഞ്ഞത്, ശരീരത്തിനെ തന്നെ, ആത്മാവിനെ ഒരു രീതിയിലും ആ ഒരു വളരെ വാലിഡ് പോയിന്റ് തന്നെയാണ് മാതാജി ഇപ്പം എടുത്തു പറഞ്ഞത്. അതായത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതും അത് തന്നെയാണ്, നമ്മുടെ ആത്മാവിനെ ത്രിഗുണങ്ങൾ ബാധിക്കില്ല. കാരണം ആത്മാവ് അതീന്ദ്രിയമാണ്. ത്രിഗുണങ്ങൾക്ക് ആകെ ബാധിക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിന്. ആ ശരീരത്തിനെ വട്ടം കറക്കുമ്പോൾ നമ്മുടെ ആ ഒരു തെറ്റിദ്ധാരണയാണ്, കാരണം അതിനകത്താണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. നമ്മൾ ഈ ശരീരമാണെന്നത് വിചാരിച്ചു പോകും, ആ വിചാരത്തിൽ നിന്ന് പിന്നോക്കം കൊണ്ടുവരിക അത് മാനുവലി സാധിക്കുന്ന പ്രോസസ് അല്ല. കാരണം അത് നമുക്ക് ഈ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഭഗവാനിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സാധന കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അത് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ചാൻറ്റിങ്, നമ്മുടെ ശ്രവണം, കീർത്തനം, നമ്മൾ ഈ ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രോസസ്സിലൂടെയും മുന്നോട്ട് നമ്മൾ ആത്മാർത്ഥമായി പോയാൽ ഇത് കുറഞ്ഞു വരും എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു അതിനെ മാത്രം അറ്റാക്ക് ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കും. ഹയർ ടേസ്റ്റ്, അതാണ് അവിടുത്തെ നമ്മുടെ പ്രധാനമായിട്ട് ആ ശ്ലോകം തന്നെ നമ്മൾ ഓർക്കണം എപ്പോഴും. ഹരേഷ്ണ. അതെ, ഹരേഷ്ണ പറഞ്ഞതുപോലെ ഈ 2-3 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഓർമ്മ ശരിക്കും എനിക്ക് ഓരോർമ്മ, എന്നാൽ 2-3 വർഷം മുമ്പേ ജസാക്ഷി പ്രഭുവിൻ്റെ പ്രഭാഷണത്തിലാണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഇങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപം അത് ഈ ഒരു കലിയുഗത്തിലുള്ളത് അത് എന്താ നമുക്ക് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ജസാക്ഷി പ്രഭുവിൻ്റെ ആണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്, കാരണം 2-3-4 വർഷമായി ഞാനത് കേട്ടിട്ട്. ഇപ്പൊ മാതാജി നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതിന്റെ ബാക്കി ഞാൻ ഓർക്കുന്നില്ല. അത് ആരെങ്കിലും കാരണം അതിന്റെ എന്താണ് സോഴ്സ് എന്നുള്ളത് എന്തോ ഒരു ഡിസ്കഷൻ വന്നിരുന്നു. ശരിയായിരിക്കാം, പക്ഷെ അത് നമുക്കൊന്ന് അതിന്റെ സോഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരു ഹോംവർക്ക് ആയിക്കോട്ടെ, എനിക്കും അടക്കം. അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് വന്നത്, നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്കത് അറിഞ്ഞിരിക്കണം തീർച്ചയായും. പക്ഷെ അത് അറിയാനായിട്ട് നമ്മൾ ഒരുപാട് ഇത് ചെയ്യണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് എല്ലാം ചെയ്ത് കൂട്ടാലോ. പിന്നെ ആ രീതിയിലേക്ക് അതൊരു എക്സ്ക്യൂസിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എന്താ, നമ്മള് അത് അറിയാന്നുള്ള ഒരു കാര്യമുള്ളൂ. പക്ഷെ അത് അറിയാനായിട്ടൊരു ഭയങ്കരമായിട്ട് എഫേർട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് പോലും നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ മനസ്സ് അവിടെ നേരത്തെ പറഞ്ഞില്ല, അപ്രാരാബ്ധ ഫലം പാപം കൂടം ബീജം ഫലോദ്ഭവം പറയുമ്പോൾ അവിടെ ഈ മനസ്സിലെ ചിന്തകളാണ് എപ്പോഴും നമുക്ക് ആഗ്രഹങ്ങളെ കൊണ്ടുതരുന്നത് അല്ലെ. നമുക്ക് അപ്പൊ ആ ചിന്തകൾ പ്യൂർ ആയാലേ നമ്മുടെ ആഗ്രഹങ്ങളിലെ ആ പ്യൂരിറ്റി വരുള്ളൂ. നമുക്ക് അനാവശ്യ ആഗ്രഹം ഇല്ലാതിരിക്കും. അപ്പൊ ചിന്തകള് നമുക്ക് പല രീതിയിൽ വിട്ടിട്ട് അത് ഒക്കെ ഈ യുഗത്തിൽ അതൊരു എക്സ്ക്യൂസ് ആയിരിക്കാം. പക്ഷെ ആ എക്സ്ക്യൂസ് പിടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾക്ക് അത്രയും കൺട്രോൾ ഇല്ല, കലിയുഗത്തിൽ നമുക്ക് അത്രയും കൺട്രോൾ ഇല്ല. അപ്പൊ നമ്മൾ ചിന്തകൾ ഒരു വഴിക്ക് കിടക്കട്ടെ, പ്രവൃത്തി വാക്ക് ഒരു വഴിക്ക് പോട്ടെ എന്ന് ഒരിക്കലും നമുക്കത് കൂട്ടിപ്പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ ബേസ് തുടങ്ങി തന്നെ വരുന്നതാണ് നല്ലത്. അതൊരു കാര്യം നമുക്ക് അറിഞ്ഞു വെക്കാം, എങ്കിലും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ
ചിന്ത കൊണ്ട് പോലും നമ്മൾ ഒരു പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ ചിന്തകൾ പ്രശ്നമാണ്. കാരണം ചിന്തകളാണ് നമുക്കത് വളരെ ആധികാരികമായിട്ടൊക്കെ വിവരിച്ചു തന്നിട്ടുണ്ട് പ്രഭാതന്. ചിന്തകളാണ് നമ്മളെ ആഗ്രഹങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അത് അങ്ങനെയാണല്ലോ നമുക്ക് ആ ഡിസയർ അത്ര ഇതായിട്ട് ലെസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത്. ഹരീഷ് ജ്ഞാനയോഗം, ഭാഗവതം ഉണ്ട്. ഹരീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സനാതന ധർമ്മപ്രകാരം നമ്മൾ മനസ്സ വാച കർമ്മണ തെറ്റ് ചെയ്യരുതെന്നുള്ളതാണ് ആക്ച്വലി പറയുന്നത്. മനസ്സിലായി? മൈൻഡ് ഇപ്പൊ നമ്മൾ പോകുമ്പോ ഇന്ദ്രിയങ്ങള് പല വിധത്തിൽ സഞ്ചരിക്കും. പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് അതിനെ കൺട്രോൾ ചെയ്യാണ് പറയണ്ട. അത് ആക്ച്വലി അജാമള മോക്ഷത്തില് 6th കാൻഡോയിലുള്ള റെഫറൻസില് പറയുന്നുണ്ട്. പക്ഷെ ആസ് ഇറ്റ് ഈസ് കലിയുഗത്തില് നമ്മളെല്ലാവരും ശൂദ്രരാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെരി ഹൈലി ക്രിമിനലാണ് നമ്മളൊക്കെ. അത്രയും പാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രഭുപാദ് പറയണത് ഇതിനകത്ത് ആ ശൂദ്ര കാറ്റഗറിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തന്നിരിക്കുകയാണ് ഹരിനാമ സങ്കീർത്തനത്തിനോട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ കലിയുഗത്തില് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്ക് അത്രയും പെട്ടെന്ന് തെറ്റിലേക്ക് പോകാനും മൈൻഡൊക്കെ പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ അപ്പൊ മൈൻഡിൽ വരുമ്പോ അത് മൈൻഡിൽ വരുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. പക്ഷെ അതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളുടെ ബുദ്ധിയില് ഹരേ കൃഷ്ണ കൃഷ്ണ ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണല്ലോ എന്നുള്ളത് വരുമ്പോ അത് തെറ്റല്ല എന്ന് ശരിക്കും പറയുന്നുണ്ട്. അപ്പൊ മൈൻഡ് ഈസ് ട്രാവൽ, അങ്ങനെ നമ്മളെ ഇത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അജാമിളന്റെ ആ ഒരു ആക്ടിവിറ്റീനെ കുറിച്ചിട്ടുള്ള ഒരു ലെക്ചേഴ്സ് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും. അപ്പൊ ശരിക്കും മനസ്സാ വാച കർമ്മണ നമ്മൾ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് മൈൻഡ്. പക്ഷെ എന്നാലും കലിയുഗത്തില് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യത്തില് തിരിച്ചെടുക്കാനും പഠിക്കുക എന്നുള്ളതാണ്, ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യം. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. നല്ലൊരു വാല്യൂ അത് പ്രോബ്ലമാണ്. എക്സംഷൻസ് വളരെ സൂക്ഷിക്കണം. കാരണം ഓരോ ലെവൽ ഓഫ് നമ്മുടെ ലെവല് എന്തോരമുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഏറ്റവും നല്ല ഒരു എക്സംഷനും നമ്മൾ പറയില്ലേ, നമ്മൾ പരീക്ഷയ്ക്ക് മോഡറേഷൻ എന്നൊക്കെ പറയണ പോലെ ഇത്രയും പഠിച്ചു, ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 25 മാർക്ക് കൂടി ഇട്ട് തന്ന് പാസ്സാകാം. പക്ഷെ വല്ല ഫലം ഉണ്ടോ ആക്ച്വലി? ഇല്ല, അല്ലെ? അതുപോലെ തന്നെയാണ്. അപ്പൊ ആ മോഡറേഷൻസ് ഓക്കെ ബുക്കിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് മനസ്സിലാക്കാം. എങ്കിലും നമ്മളെ സംബന്ധിച്ച് അതൊരു അറിവിന് മാത്രമായിട്ട് എടുക്കുക. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് പോലും ഒരു രീതിയിലും അതിനെ ഇത് ചെയ്യാതിരിക്കുക. അതിനല്ലേ പ്രകൃതി കായനുവാദം അത് പറയുന്നത് ലാസ്റ്റ് നമ്മൾക്ക് അതിൽ വരുമോ? കായനുവാദ മനസ്സേന്ദ്രിയ പ്രകൃതി അത് ചൊല്ലി. അതെ, നമ്മള് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നതാണ്. അതെ, അത് ചോദിക്കുന്നുണ്ട്. അപ്പോ അത് അതൊക്കെ. പക്ഷെ അത് തമ്മിൽ പക്ഷെ ഇതില് അവിടെ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ടുള്ള കാര്യത്തിൽ ഇവിടെ ഒരു എക്സെപ്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ അതുപോലെ നമ്മള് യഥക്ഷര പദ പ്രശ്നം മാത്രഹീനമൊക്കെ നമ്മൾ ചൊല്ലുന്ന എന്തെങ്കിലും പറയാം. അപ്പൊ അതെല്ലാം നമ്മൾ മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അപ്പൊ എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു മാപ്പ് ചോദിച്ചത് അത് ശരിയല്ല. അത് നമ്മൾ ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട്. കാരണം അറിയാണ്ടാണ്, അല്ലെ? നമ്മൾ മനസ്സറിയാണ്ട് ചെയ്തു പോയ ഒരു കാര്യത്തിനാണ് നമ്മൾ ഈ എല്ലാ മാപ്പ് ചൊല്ലുന്ന ശ്ലോകങ്ങളെല്ലാം ചൊല്ലുന്നത്. കാരണം മനസ്സറിയാണ്ട് ചെയ്തു. മറ്റതങ്ങനെയല്ല. നമുക്ക് കലിയുഗത്തിൽ ഇതൊരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോ ചിന്തിച്ചു പോയി, ഓട്ടെ കലിയുഗത്തിൽ എക്സെപ്ഷൻ ഉണ്ടല്ലോ. പ്രഭു പറഞ്ഞ പോലെ അവിടെ പാടില്ല, അതിനെ തിരിച്ചു പിടിക്കണം. ഇല്ല, അയ്യോ എനിക്കിങ്ങനെ പറ്റിപ്പോയി, ഹരേ കൃഷ്ണ, ഞാൻ അപ്പൊ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാണ്, മനസ്സറിഞ്ഞ് മനസ്സ് നേറിക്കൊണ്ട് ചൊല്ലി അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഓപ്ഷനാണ്. ആ ഓപ്ഷൻ അല്ല, ആ പോയിന്റാണ് പ്രഭു ഹൈലൈറ്റ് ചെയ്തത്. അപ്പോ ചിലപ്പോൾ അതിനെ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കേട്ടത്. അതെന്തായാലും നമുക്കൊന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം അടുത്തത്. നല്ലൊരു പോയിന്റ്. ഹരേ കൃഷ്ണ. വേറൊന്നുമില്ലെങ്കിൽ വാഞ്ച പറയാം. വഞ്ചാകൽപതരൂപശാകൃപ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദയ്ക്ക് ശ്രീല പ്രഭാതയ്ക്ക് ഗുരുദേവിക്ക് ഇതായ ഗുരുപ്രേമാനന്ദേ ഹരി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ 14ാമത്തെ അധ്യായം നമ്മളിപ്പോ എത്ര മാസം എടുത്തു പ്രഭു? 2-3 മാസമായി.
ജനുവരിയിൽ തുടങ്ങിയാണല്ലേ, ജനുവരി ഒരു മാർച്ച് എന്നാ തുടങ്ങിയെന്ന് മറന്നു. മാർച്ചിൽ, അതെ. നമ്മൾ എത്രയോ മാസങ്ങൾ എടുത്തു. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ സെന്ററിൽ ഞാൻ വന്ന് അതിൻ്റെ അടുത്ത ക്ലാസ് മുതൽ എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ഇത് പറയാനുള്ള അവസരം തന്നു. അപ്പോൾ അത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അത് ഭഗവാന്റെയും ഗുരുവിന്റെയും എല്ലാം കൃപ കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും കാരുണ്യം കൊണ്ടും കിട്ടിയ ഒരു അവസരമാണ്. കാരണം അത്രയൊന്നും എനിക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ല. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു അവസരം തന്നുകൊണ്ട് എനിക്കും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അപ്പോൾ അതുപോലെ എല്ലാവരുമായിട്ടുള്ള ഒരു സത്സംഗം വളരെ ഗുണകരമായി. അപ്പൊ ആ പ്രചോദനം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം അതില്ലാതെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിലും ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം. കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പറയാൻ ഒരു സാഹചര്യം ഉണ്ടാവണം. എല്ലാവരും പറയണം. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പൊ കുട്ടികൾ ഇന്ന് രാവിലെ പറയാൻ ശ്രമിച്ച പോലെ അപ്പൊ അതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് എന്തറിയുന്നു അതുമല്ല. കാരണം നമ്മളെല്ലാവരും ആരാണ്? നമ്മളെല്ലാവരും ഭഗവാന്റെ ഡിവോട്ടീസ് ആണ്. ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്ത് വരാന്ന് വെച്ചാൽ പൊട്ടത്തരം വിളിച്ചു പറയുന്ന കാര്യമല്ല. നമ്മള് പറയുന്ന അല്ലെ, നമ്മളെല്ലാം പറയുന്ന കാര്യം എന്താ? പൊട്ടത്തരങ്ങൾ പറയില്ല അല്ലെ, നമ്മുടെ ഇതിലുള്ള കാര്യം. അല്ലെ എന്ത് തെറ്റുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി തരും എന്നുള്ള കാര്യം നമ്മളിപ്പോ ഇന്ന് തന്നെ നമ്മൾ കണ്ടു അല്ലെ, ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടു എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതെല്ലാവർക്കും സാധിക്കണം. ഇനി അടുത്ത അധ്യായം വേറെ ആരെങ്കിലും ആയിരിക്കും എടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും മുന്നോട്ട് പോകട്ടെ. കൂടുതൽ എല്ലാവരും ഭഗവത്ഗീത പഠിക്കാനും ഉണ്ടാവട്ടെ. ആ ആഗ്രഹവും അതെല്ലാം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്നായ രീതിയിൽ പറയാനും സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ആവശ്യം ഹരേ കൃഷ്ണ ചൊല്ലി തന്നെ നിർത്താം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.